ഇതിൻ്റെ സംഘാടകരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് മുന്നേ പരിഭാഷ ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഒരുപക്ഷെ ഈ ഒരു ക്ഷണത്തിൻ്റെ പ്രസക്തി അല്ലെങ്കിൽ പ്രാധാന്യം എനിക്ക് മനസ്സിലാകുന്നത്. ഈ പാഠശാല വിവിധ മേഖലകളിലുള്ള ചിന്തകൾ, പ്രത്യേകിച്ച് ഇന്നത്തെ വളരെ ഇരുളടഞ്ഞ ഒരു കാലത്ത് രാഷ്ട്രീയപരമായ ഇടപെടലുകൾ ഏത് രീതിയിൽ വേണം എന്ന ഒരു പര്യാലോചനയ്ക്ക് ഉതകും വിധമുള്ള ചിന്തകൾ പങ്കുവയ്ക്കുന്ന ഒരു പാഠശാലയാണ് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോഴും പാഠശാലകളെ കുറിച്ചുള്ള എൻ്റെ ഒരു ചെറിയ ആശങ്ക നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. ആധുനികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകൻ, എൻലൈറ്റൻമെന്റ്, നവോത്ഥാനത്തിന്റെ ചിന്തകൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഇമ്മാനുവൽ കാന്റ്, അദ്ദേഹം എന്താണ് നവോത്ഥാനം, എന്താണ് ജ്ഞാനോദയം എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അന്യനിൽ നിന്നും കിട്ടുന്ന ശിക്ഷണത്തിൽ നിന്നും വിടുതൽ നേടലാണ്, സ്വയം ചിന്തിക്കാനുള്ള കഴിവ് നേടലാണ്, സ്വന്തം ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് സ്വയം ചിന്തിക്കുകയാണ് നവോത്ഥാനം. സപ്പേറെ ഓഡെ അദ്ദേഹം പറയും, ഡെയർ ടു തിങ്ക്, ചിന്തിക്കാനുള്ള ധൈര്യം ഉണ്ടാകുക, ചിന്തിക്കാനുള്ള ഊർജം ആവഹിക്കുക. ആ നിലയ്ക്ക് ഒരുപക്ഷെ നമ്മൾ പാഠശാലകളിൽ നിന്നും പാഠശാലകളിലേക്ക് പോയാലും നിരന്തരമായി ഒരുതരം ഗുരുത്വത്തിന്റെ രീതികൾ അവലംബിച്ചാലും എത്തിച്ചേരാത്ത ഒരവസ്ഥയുണ്ട്. അത് സ്വന്തം ബുദ്ധി ഉപയോഗിക്കുന്ന അവസ്ഥയാണ്. ആ അർത്ഥത്തിൽ ഈ പരിഭാഷ ചെയ്തതോടുകൂടി എൻ്റെ കർമ്മം അവസാനിച്ചു എന്ന് ഞാൻ ആലോചിക്കുന്നു. കാരണം നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ചുമതലയല്ല. പഠിക്കുക എന്നുള്ളത്, സ്വയം ചിന്തിക്കുക എന്നുള്ളത്, വിമർശനപരമായി ആലോചിക്കുക എന്നുള്ളത് നിങ്ങളുടെ ചുമതലയാണ്. അതിന് സൗകര്യപ്രദമായ ഒരു കളം ഒരുക്കുക എന്ന അർത്ഥത്തിൽ ഈ ഒരു ടെക്സ്റ്റ്, വാൾട്ടർ ബെന്യാമിന്റെ ഈ പാഠം പരിഭാഷ ചെയ്യുന്നതിലൂടെ എൻ്റെ കർത്തവ്യം അവസാനിച്ചു, എനിക്ക് ഇവിടുന്ന് വേണമെങ്കിൽ പോകാം എന്ന് വരെ ഞാൻ ആലോചിക്കുന്നു. കാരണം അടിസ്ഥാനപരമായി ഈ ഒരു ഡിസ്കോഴ്സ്, ഈ ഒരു വ്യവഹാരം, ഒരാൾ കാര്യങ്ങൾ പറഞ്ഞു തരിക, മുന്നേ പോയ പാഠങ്ങൾ മുഴുവൻ സംഗ്രഹിച്ച് അതിൻ്റെ ഒരു ആകത്തുകയായിട്ടുള്ള ഒരർത്ഥത്തിൽ ഒരു ഗുളിക രൂപത്തിലുള്ള കാര്യം പറഞ്ഞു തരിക എന്ന് പറയുന്ന ആ രീതിക്ക് ഒരു പരിധിവരെ സാധുതയുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് ആ സാധുത അവസാനിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ പരിതസ്ഥിതിയിൽ, നിങ്ങളുടെ പരിസരത്തിൽ, നിങ്ങളുടെ അനുഭവത്തിൽ നിന്നും ഈ പാഠങ്ങളെയും ചരിത്രത്തെയും അനുഭവങ്ങളെ തന്നെയും മനസ്സിലാക്കുവാനുള്ള ഉദ്യമം ആരംഭിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിലുള്ള ജ്ഞാനം എന്ന് പറയുന്നത് സ്വയം സൃഷ്ടിച്ച ജ്ഞാനം ഉണ്ടാവുന്നുള്ളൂ. അതുകൊണ്ട് ഞാനിന്നിവിടെ പറയുന്നത് വളരെ ആപേക്ഷികമായ, ഞാൻ ഇത് പരിഭാഷപ്പെടുത്തിയതിൻ്റെ സാഹചര്യത്തിൽ വർഷങ്ങളായി ഈ ടെക്സ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിൽ ഇത് പല അവസരങ്ങളിലും എൻ്റെ അനുഭവത്തിൽ തന്നെ, രാഷ്ട്രീയപരമായ അനുഭവത്തിൽ തന്നെ വളരെ കാതലായിട്ടുള്ളൊരു ടെക്സ്റ്റായി വന്നതിൻ്റെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ആപേക്ഷികമായ പാഠമാണ്. ഇത് ഈ വാൾട്ടർ ബെന്യാമിന്റെ ഈ കൃതിയെക്കുറിച്ചുള്ള അവസാന വാക്കോ ആദ്യ വാക്കോ പോലുമായി പരിഗണിക്കേണ്ടതില്ല എന്ന ഒരു ജാമ്യം എടുത്തുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഒരുപക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ കാലത്തെ മനസ്സിലാക്കുവാൻ ഇന്ത്യയിലും അതേപോലെ മറ്റു ചില രാജ്യങ്ങളിലും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, രാഷ്ട്രീയമായ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഭരണകൂടത്തിന് സംഭവിക്കുന്ന വ്യതിയാനങ്ങൾ, മാറ്റങ്ങൾ, വിമോചനത്തിന്റെ സാധ്യതകൾ ഇരുളടയുന്ന ഒരു കാലം എന്ന നിലയ്ക്ക് വാൾട്ടർ ബെന്യാമിന്റെ ടെക്സ്റ്റ് മറ്റേത് ടെക്സ്റ്റിനേക്കാളും ഇന്ന് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം രണ്ട് കാരണങ്ങളാണ് അതിലുള്ളത്.
ഒന്ന് തീസിസ് ഓൺ ദ ഫിലോസഫി ഓഫ് ഹിസ്റ്ററി എന്നത് വാൾട്ടർ ബെന്യാമിൻ്റെ അവസാനത്തെ കൃതിയാണ്. അതിനെ കൃതി എന്ന് വിളിക്കാൻ പറ്റില്ല. പിന്നീട് വികസിപ്പിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ചെറിയ കുറിപ്പുകളാണ്. അതാണ് തീസിസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഒരു പോസ്റ്റുലേഷൻസ് ആണ്. നീച്ചയുടെയൊക്കെ എഴുത്തിൻ്റെ രീതി അവലംബിച്ചുകൊണ്ട് ചെറിയ ചെറിയ ആപ്തവാക്യങ്ങളുടെ, ഒരർത്ഥത്തിൽ അഫോറിസംസ് എന്ന് പറയുന്ന ചെറിയ ആപ്തവാക്യങ്ങളുടെ രൂപം സ്വീകരിച്ചുകൊണ്ട് ഏതാണ്ട് 20ഓളം ഖണ്ഡികകൾ, 18 എണ്ണത്തിലും എ ബി എന്ന് പറയുന്ന അവസാനത്തെ 2 ഖണ്ഡികയും ചേർന്ന് 20ഓളം ഖണ്ഡികകളായി വളരെ കാച്ചിക്കുറുക്കിയ കേവലം ഒരു പിന്നീട് വികസിപ്പിക്കേണ്ട ഒരു 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 പ്രബന്ധത്തിന്റെ അല്ലെങ്കിൽ ഒരു ഗ്രന്ഥത്തിന്റെ ആദ്യപടിയായിട്ടുള്ള നോട്ട്സ് എന്നുള്ള നിലയ്ക്കാണ് ഇത് വന്നിരിക്കുന്നത്. 1940 തീസിസ് ഓൺ ദ ഫിലോസഫി ഓഫ് ഹിസ്റ്ററി എഴുതി കഴിഞ്ഞതിന് ശേഷം അത് 1940 എന്ന് പറയുന്നത് ജർമ്മനിയിൽ ഫാസിസ്റ്റ് ഭരണത്തിന്റെ ഉച്ചസ്ഥായി എന്ന് പറയാം. ലോകമഹായുദ്ധം, 2ാം ലോകമഹായുദ്ധം അതിന്റെ മൂർധന്യത്തിൽ എത്തി നിൽക്കുന്ന അവസ്ഥ. ജർമ്മനിക്കകത്ത് ജൂതവേട്ട എന്നത് ഒരർത്ഥത്തിൽ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, ഏറ്റവും പരിഷ്കൃതമായ, അന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യയാൽ പരിഷ്കൃതമായ രീതിയിലേക്ക് മനുഷ്യ ശരീരങ്ങളെയും ജൂത ശരീരങ്ങളെ കൃത്യമായി വൈദ്യത്തിന്റെയും മറ്റും എക്സ്പെരിമെന്റുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഓഷ്വിറ്റ്സും അത്തരത്തിലുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ലക്ഷോപലക്ഷം ജൂതന്മാരുടെ ജീവൻ നഷ്ടപ്പെടുകയും അതിലധികം പേരെ മറ്റ് കാരാഗൃഹങ്ങളിൽ പാർപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലം. ബെന്യാമിൻ ഒരു ജൂതനായിരുന്നു. ഈ 1940 ഇത് രചിച്ചതിന് ശേഷം ഹന്ന അരൻഡറ്റ് എന്ന മറ്റൊരു തത്വചിന്തകയ്ക്ക് ഇദ്ദേഹം ഇതിന്റെ കൈയെഴുത്ത് പ്രതി കൊടുക്കുകയും കുറച്ചു നാളുകൾക്ക് ശേഷം ഹന്ന അരൻഡറ്റിന്റെ ഒപ്പം വിഷി ഫ്രാൻസിൽ, ഈ നാസി ഭരണകൂടത്തിന്റെ കീഴിൽ തന്നെയുള്ള ഫ്രാൻസിന്റെ ഒരു ഭാഗമായ, അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിരുന്ന വിഷി ഫ്രാൻസിൽ, അവിടെ നിന്നും രക്ഷപ്പെടാനായി അവര് ബോർഡറിൽ അതിർത്തിയിലെത്തുന്നു. അപ്പൊ അതിനു മുന്നേ തന്നെ ബെർത്തോൾഡ് ബ്രെഖ്തും അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായ ബെർത്തോൾഡ് ബ്രെഖ്തും ഫ്രാങ്ക്ഫർട്ട് സ്കൂളിന്റെ നേതൃസ്ഥാനം വഹിച്ചിരുന്ന തിയഡോർ അഡോണോയും ജർമ്മനി വിട്ടുകഴിഞ്ഞിരുന്നു. അവർ നെതർലാൻഡ്സ് വഴി അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞ അവസ്ഥയിൽ അതിന് കുറച്ചു നാളുകൾക്ക് മുമ്പ് ഗഹാഡ് ഷോളം എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ബാല്യകാലം തൊട്ടുള്ള സുഹൃത്ത് ഇസ്രായേലിലേക്ക് കുടിയേറി പാർക്കുകയും ബെന്യാമിനെ ഇസ്രായേലിലേക്ക് വരാൻ ക്ഷണിക്കുകയും ജർമ്മനി വിടാൻ തയ്യാറില്ലാത്തത് കൊണ്ട്, സ്വന്തം പ്രദേശത്തെ, സ്വന്തം നാടിനെ ത്യജിക്കാൻ തയ്യാറില്ലാത്തത് കൊണ്ട് ബെന്യാമിൻ ഇസ്രായേലിലേക്ക് പോകാതിരിക്കുകയും ചെയ്യും. പക്ഷേ ഇനി ഇവിടെ തുടരുന്നത് സാധ്യമല്ല എന്ന് മനസ്സിലാക്കി അതിർത്തിയിലെത്തുന്ന ഹന്ന അരൻഡറ്റിനും വാൾട്ടർ ബെന്യാമിനും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഉണ്ടാവുന്നത്. ഹന്ന അരൻഡറ്റിന്റെ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്ത് 3 ദിവസത്തിനുള്ളിൽ പോവാൻ അവരെ അനുവദിക്കുന്നു. വാൾട്ടർ ബെന്യാമിനെ പോവാൻ അനുവദിക്കുന്നില്ല. ആദ്യത്തെ ദിവസം, പിറ്റേ ദിവസം വരുമെന്ന് പറയുന്നു. പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് കോൺഫിസ്കേറ്റ് ചെയ്യുന്നു. 3ാമത്തെ ദിവസമാകുമ്പോഴേക്കും ബെന്യാമിന് മനസ്സിലാവുന്നു ഇത് പലായനം സാധ്യമല്ലാത്ത അവസ്ഥയാണ് എന്ന് മനസ്സിലാവുന്നു. അത് മനസ്സിലായതോടുകൂടി ഹന്ന അരൻഡറ്റിന്റെ അടുത്ത് താങ്കൾ പൊക്കോളും, പക്ഷേ ഞാൻ തന്ന കൈയെഴുത്ത് പ്രതി അഡോണോവിനെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മടങ്ങുന്നു. പിന്നീട് അവിടെ നിന്ന് സ്പെയിനിലേക്ക് പോകും. സ്പെയിൻ അപ്പോൾ ഫ്രാങ്കോയുടെ ഫാസിസ്റ്റ് ഭരണത്തിന്റെ കീഴിലാണ്. ഹിറ്റ്ലറുമായി, നാസി ഭരണകൂടവുമായി ഒന്നിച്ചു ചേർന്ന് ജൂതന്മാരെ ഒരു പരിധിവരെയെങ്കിലും വേട്ടയാടുന്ന ഒരു സംസ്കാരം അവിടെ ഉണ്ടായിരുന്നു. സ്പെയിനിലെത്തി സ്പെയിനിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെടുമെന്നും നാസി ഭരണകൂടത്തിന്റെ പോലീസിലേക്ക് ഏൽപ്പിക്കുമെന്നും അറിയുന്ന അവസ്ഥയിൽ വാൾട്ടർ ബെന്യാമിൻ ആത്മഹത്യ ചെയ്തു. അപ്പോ ഇതൊരർത്ഥത്തിൽ ഒരു ആത്മഹത്യാ കുറിപ്പ് കൂടിയാണ്. മരണത്തിന് തൊട്ടു മുന്നേ താൻ ജീവിക്കുന്ന കാലത്തെക്കുറിച്ചും താൻ ജീവിക്കുന്ന കാലത്തിൽ നിന്നും വിമോചനത്തിന്റെ സാധ്യതകൾ എന്താണ് എന്നത് അന്വേഷിക്കുന്നതിനെ കുറിച്ചും തൻ്റെ കാലത്തെ രാഷ്ട്രീയ പരിതോവസ്ഥകളെ കുറിച്ചും ഒരർത്ഥത്തിൽ നെഞ്ചത്ത് കൈവച്ച് എഴുതിയിട്ടുള്ള കുറിപ്പുകളാണ് ഇത്. ഇതാണ് ഇതിന്റെ ഒന്നാമത്തെ സാധ്യത.
രണ്ടാമത്തെ സാധുത, ഞാനിത് കൂടുതൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അത് നിങ്ങളുടെ വായനയിൽ ഉണ്ടായിത്തീരേണ്ടതാണ്. ഇത് മുന്നേ വായിക്കുമ്പോഴും ഇപ്പോഴിത് പരിഭാഷ ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ എന്നെ സ്തബ്ധനാക്കിയിട്ടുള്ള ഒരു കാര്യം എന്നത്, പല അവസരങ്ങളിലും വാൾട്ടർ ബെന്യാമിൻ എഴുതുന്നത് നമ്മളെ കുറിച്ചാണോ നമ്മുടെ അവസ്ഥയെ കുറിച്ചാണോ എന്ന സംശയം ജനിപ്പിക്കുന്ന ഒരവസ്ഥ ഇതിനകത്ത്. പേരുകൾ വ്യത്യസ്തമായിരിക്കാം, അവസ്ഥകൾ വ്യത്യസ്തമായിരിക്കാം, ആളുകൾ വ്യത്യസ്തമായിരിക്കാം, പക്ഷേ പൊതുഘടന എന്ന നിലയ്ക്ക് നാം ഇന്ന് കടന്നു പോകുന്ന അനുഭവത്തെ കുറിച്ച് തന്നെയാണോ വാൾട്ടർ ബെന്യാമിൻ വളരെ വളരെ വിചിത്രമായൊരു ക്രാന്തദർശിത്വത്തോടുകൂടി വരാൻ പോകുന്ന കാലത്തെ കണ്ടറിയാൻ ശ്രമിക്കുന്ന പോലെ വാൾട്ടർ ബെന്യാമിൻ ഭാവി പ്രവചനത്തെ കുറിച്ച് ഇതിൽ ഏറ്റവും ഒടുവിലത്തെ തീസിസിൽ പറയുന്നുണ്ട്. ജൂതർ ഭാവി പ്രവചനത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന്, അല്ലെങ്കിൽ അത് ശരിയല്ല, ദുർമന്ത്രവാദത്തിന്റെ ഭാഗമായി അംഗീകരിച്ചിരുന്നില്ല എന്ന് പറയും. പക്ഷേ ഏതാണ്ടൊരു ഭാവി പ്രവചനത്തിന്റെ സാധ്യത ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപക്ഷെ ഇന്നത്തെ നമ്മുടെ അവസ്ഥയെ മുൻകൂട്ടി കാണുന്ന ഒരു പാഠം കൂടിയാണ് ഇത് എന്ന് ആമുഖമായി പറയട്ടെ. ഇതിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ്. അത്തരത്തിൽ പറയാൻ എളുപ്പമല്ല, എന്താ വെച്ചാൽ ഇത് കൂട്ടിച്ചേർത്ത് കോർത്തിണക്കിയിട്ടുള്ള അന്യോന്യം വേർതിരിച്ച് നിർത്താവുന്ന സംഗതികളല്ല എന്നുണ്ടെങ്കിലും മനസ്സിലാക്കലിന്റെ ആവശ്യത്തിന് വേണ്ടി ഇതിൽ പ്രധാനമായും 3 സംഗതികളാണ്, സങ്കല്പനങ്ങളാണ് വരുന്നത് എന്ന് പറയാം. ഒന്ന്, എന്താണ് ഭൂതകാലം, എന്താണ് ചരിത്രം, ആ ചരിത്രവുമായി ആ ഭൂതകാലവുമായുള്ള നമ്മുടെ ബന്ധം എന്താണ്. രണ്ടാമത്തേത്, ചരിത്രപരതയും ഹിസ്റ്റോറിസിസം എന്ന് പറയുന്നത് ചരിത്രപരമായ ഭൗതികവാദം, ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം, മാർക്സിസത്തിന്റെ അടിസ്ഥാനമായി വന്നിട്ടുള്ള താത്വികമായ പരികൽപ്പന എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ അതിലൊരു സമീപനം എന്ന നിലയ്ക്ക് ചരിത്രപരമായ ഭൗതികവാദവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, പ്രത്യേകിച്ച് ചരിത്രത്തെ സംബന്ധിച്ചും ഭൂതകാലത്തെ സംബന്ധിച്ചുമുള്ള നിലപാടുകളിൽ, സമീപനങ്ങളിൽ. മൂന്നാമത്തേത്, പുരോഗതിയെ സംബന്ധിക്കുന്ന, മുന്നോട്ടുള്ള പോക്ക് എന്ന നിലയ്ക്ക് ശാസ്ത്രത്തിന്റെയും സാങ്കേതികതയുടെയും മനുഷ്യരാശിയുടെയും തന്നെ പുരോഗതിയെ സംബന്ധിക്കുന്ന ഒരു ചരിത്ര വീക്ഷണത്തിന്റെ വിമർശനം. ഇത്രയും 3 കാര്യങ്ങളാണ് ഒരർത്ഥത്തിൽ ഇതിനകത്തുള്ളത് എന്ന് പറയാം. പക്ഷെ ആ പറയുമ്പോൾ തന്നെ ഇതിനോടൊരു വയലൻസ് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമൊന്നുമല്ല, ഇതിനൊക്കെ അപ്പുറത്തേക്ക് പോകുന്ന കാലം എന്താണ്, സമയം എന്താണ്, വാട്ട് ഇസ് ടൈം എന്ന് പറയുന്ന ഏറ്റവും ഒരു പക്ഷേ വളരെ കാതലായ ഒരു ഫിലോസോഫിക്കൽ ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഒരു അർത്ഥത്തിൽ ഇതിന്റെ അടരുകളിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ആ ഒരു തീസിസ് എടുക്കുകയാണെങ്കിൽ, ഞാൻ ഏതാണ്ട് ടെക്സ്റ്റിനെ ഫോളോ ചെയ്ത് പോവാണ് ചെയ്യുന്നത്. പാഠശാല ആയതുകൊണ്ട് ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് ഞാൻ ടെക്സ്റ്റ് വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ആ തീസിസിൽ ബെന്യാമിൻ പറയുന്നു, അതിന്റെ പ്രധാന ധ്വനി എന്നത് എന്താണ് ചരിത്രപരമായ ഭൗതികവാദത്തിന്റെ, ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസത്തിന്റെ ഇന്നത്തെ അവസ്ഥ. അത് വിജയകരമായ, ബെന്യാമിന്റെ കാലത്തെ വിജയകരമായ ഒരവസ്ഥയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നു. പ്രധാനമായും അക്കാലത്ത് പ്രചരിച്ചിരുന്ന ഒരു ടർക്ക്മാൻ എന്ന പേരിലുള്ള ചതുരംഗം കളിക്കുന്ന ഒരു പാവയുടെ രൂപകം എടുത്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. തുർക്കിക്കാരന്റെ വേഷം അണിഞ്ഞുകൊണ്ട് ഒരു മേശയുടെ മുൻപിലിരുന്ന് ചതുരംഗം കളിക്കുകയും എതിരാളികളുടെ ഓരോ നീക്കത്തെയും മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ തോൽപ്പിക്കുകയും ചെയ്യുന്ന ഈ ഒരു യന്ത്ര മനുഷ്യന്റെ ആ രൂപകം ഉപയോഗിച്ച് അദ്ദേഹം പറയുന്നു, ഈ യന്ത്ര മനുഷ്യനെ കളിക്കുമ്പോഴും ആ യന്ത്ര മനുഷ്യന്റെ എല്ലാ നീക്കങ്ങളും നിയന്ത്രിക്കുന്നത് ഈ പെട്ടിക്കകത്തിരിക്കുന്ന കുള്ളനായ, കൂനനായ, ഡ്വാർഫ് ആയിട്ടുള്ള അതിവിദഗ്ധനായ ഒരു ചതുരംഗ കളിക്കാരനാണ്. ഇത് അക്കാലത്ത്, ഞാൻ ആ ഫുഡ് നോട്ടിൽ പറയുന്നുണ്ട്, അക്കാലത്ത് ഇത് പ്രചരിച്ചിരുന്ന ഒരു പല ഉത്സവങ്ങളിലും മറ്റും ഇതിന് നെപ്പോളിയനെ വരെ തോൽപ്പിക്കാനായിട്ട് ഈ യന്ത്രമനുഷ്യനെ ഉപയോഗിക്കുകയുണ്ടായി.
ഈ ഒരു മെറ്റഫറിൽ നിന്നും അദ്ദേഹം പറയുന്നു, മാർക്സിസത്തിന്, ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസത്തിന് വിജയിക്കണം എന്നുണ്ടെങ്കിൽ പുറമേ കാണാൻ പറ്റാത്ത രീതിയിൽ അകത്തിരിക്കുന്ന കുള്ളനായ കൂനനായ വിദഗ്ധൻ എന്ന നിലയ്ക്ക് ദൈവശാസ്ത്രത്തിന്റെയും കൂടി കൂട്ടുപിടിക്കേണ്ടതായിരിക്കും എന്ന് പറയുന്നു. പല വ്യാഖ്യാതാക്കളും ഇത് ചരിത്രപരമായ ഭൗതിക ശാസ്ത്രത്തിന്റെ പരാജയത്തിന്റെ സൂചനയായി ഒരു നിലയ്ക്ക്, വേറൊരു നിലയ്ക്ക് ചരിത്രപരമായ ഭൗതിക ശാസ്ത്രം കേവലം ഒരു ദൈവശാസ്ത്രം മാത്രമാണ്, ഇറ്റ് ഇസ് അനദർ കൈൻഡ് ഓഫ് റിലിജ്യൻ എന്നും, മറ്റൊരു നിലയ്ക്ക് മുതലാളിത്തം ഒരു ദൈവശാസ്ത്രമാണ്, ഒരു തിയോളജിയാണ് എന്ന അർത്ഥത്തിൽ അതിനെ എതിരിടാനായി മറ്റൊരു തിയോളജി മുന്നോട്ട് വെക്കുന്ന സാഹചര്യമാണ് ഇതിനകത്തുള്ളത് എന്ന് പറയുന്നു. പക്ഷെ കുറച്ചുകൂടി നിഷ്കൃഷ്ടമായി നോക്കുകയാണെങ്കിൽ മറ്റൊന്നാണ് ഇവിടെ വ്യക്തമാകുന്നത്. ഒരുപക്ഷെ ബെന്യാമിന്റെ ചിന്തയിൽ അത്ര പ്രധാനമായി വന്നിട്ടില്ലെങ്കിലും പിന്നീടുള്ള ചിന്തകളിൽ നിർദ്ധാരണം ചെയ്യപ്പെട്ട ഒരു പ്രത്യേക തരത്തിലുള്ള ബന്ധം ചരിത്രപരമായ ഭൗതികവാദത്തിന്റെ, മാർക്സിസത്തിന്റെ വിമോചനത്തെക്കുറിച്ചുള്ള സങ്കല്പത്തെ അല്ലെങ്കിൽ വിമോചന ഉദ്യമത്തെ തന്നെ വളരെ ദീർഘമായ ഒരു മനുഷ്യ ചിന്തയുടെ പരിസരത്തിൽ സ്ഥാനപ്പെടുത്തുകയാണെങ്കിൽ അതിന് ദൈവശാസ്ത്രപരമായ ബന്ധങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന ഒരു സത്യം. കാരണം ജൂദായിക് ക്രിസ്തീയ പാരമ്പര്യത്തിനകത്തെ മിശിഹായുടെ വരവും മനുഷ്യരാശിയുടെ തന്നെ വിമോചനത്തെയും കുറിച്ചുള്ള സങ്കല്പം, അതുവരെ ഉണ്ടായിരുന്ന എല്ലാ പാപങ്ങൾക്കും എല്ലാ പാപികൾക്കും വിമുക്തി നൽകുന്ന ഫൈനൽ ജഡ്ജ്മെന്റിന്റെ, മിശിഹായുടെ രക്ഷകന്റെ വരവിനെ കുറിച്ചുള്ള സങ്കല്പത്തിൽ നിന്നും അതിന്റെ സ്വാധീനത്തിലാണ് ഒരർത്ഥത്തിൽ ഒരു നിലയ്ക്ക് മാർക്സിസത്തിന്റെ തന്നെ വിമോചന സങ്കല്പം ഉരുത്തിരിയുന്നത് എന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഫിലോസോഫിക്കൽ കണക്ഷൻ ആണ് ഒരുപക്ഷെ വാൾട്ടർ ബെന്യാമിൻ നടത്തുന്നത്. ഇവിടെ മാർക്സ് ഹെഗലിന്റെ ചിന്തയെ തലകീഴാക്കി എന്ന് പറയുമ്പോഴും അതുവരെ ഉണ്ടായിരുന്ന തത്വചിന്തയുടെ രീതിയിൽ നിന്നും മാറിക്കൊണ്ട് ഇനി വ്യാഖ്യാനിക്കുക മാത്രമല്ല മാറ്റമുണ്ടാക്കി തീർക്കലാണ് അനിവാര്യം എന്ന് പറയുകയും ചെയ്ത മാർക്സിനെ തന്നെ, ആ മാർക്സിസ്റ്റ് ഫിലോസഫിയെ തന്നെ ഒരുപക്ഷെ അതിന്റെ സ്ഥായിയായ താത്വിക ബന്ധങ്ങളിലേക്ക് തിരിച്ചു കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു പ്രക്രിയ ഇവിടെ കാണാം. അദ്ദേഹം പറയുന്നു, ചരിത്രപരമായ ഭൗതികവാദം എപ്പോഴും വിജയിക്കേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ പ്രായം ചെന്ന് ശോഷിച്ചുണങ്ങിയതിനാൽ ഇന്ന് കാഴ്ചവട്ടത്ത് നിന്നും മറഞ്ഞു നിൽക്കേണ്ടി വരുന്ന ദൈവശാസ്ത്രത്തിന്റെ സേവനങ്ങൾ സ്വീകരിച്ചാൽ മാത്രം മതി, ആരെ വേണമെങ്കിലും എളുപ്പത്തിൽ നേരിടാൻ അതിന് കഴിയും. ഒരു നിലയ്ക്ക് ടീലിയോളജിക്കൽ എന്ന് വിളിക്കാവുന്ന അന്ത്യമാത്ര യുക്തിയുടെ ഒരു അന്ത്യത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചരിത്രത്തെ തന്നെ ടീലിയോളജിക്കലായിട്ട് കാണുന്ന ഒരു പ്രത്യേക രീതിയിൽ നിന്നും വ്യത്യസ്തമായി, അത് ഇതിന്റെ മറ്റൊരു അടരാണ്, ഈ ദൈവശാസ്ത്രത്തിന്റെ തന്നെ തിയോളജിക്കൽ വ്യൂയുടെ തന്നെ മറ്റൊരു അടരാണത്. ആ അടര് എന്ന് പറയുന്നത് അന്തിമമായി ഒരു പ്രത്യേക വിധിയിലേക്ക്, അത് പറുദീസയായിരിക്കാം, അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിലുള്ള എൻഡ് ഇൻ വ്യൂ എന്നുള്ളത് എല്ലാ മതവിശ്വാസങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ള ഈ ഒരു ടീലിയോളജിയുടെ സങ്കല്പം ഒരു നിലയ്ക്ക് ഇവിടെ നിൽക്കുമ്പോഴും പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ഈ പ്രകരണങ്ങളിൽ മുഴുവനും അത്തരമൊരു ടീലിയോളജിയിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു ആസ്പെക്ട്, മറ്റൊരു ഡയമെൻഷൻ, മറ്റൊരു വശം ദൈവശാസ്ത്രത്തിനകത്തും മാർക്സിസത്തിനകത്തും കാണാനുള്ള ശ്രമമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഞാൻ പറയുന്നത് വ്യക്തമാണോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ടീലിയോളജി എന്നത് പൊതുവെ ഇപ്പൊ നമ്മളിപ്പോ പലപ്പോഴും കാണാറുണ്ട്, നോസ്ട്രഡാമസിന്റെ ഓരോ ഭാവി പ്രവചനങ്ങൾ എടുത്തുകൊണ്ട് 2018 ഫെബ്രുവരി 2 ലോകം അവസാനിക്കും. 2018 ഫെബ്രുവരി 2 ലോകം അവസാനിക്കുമെന്ന അത്തരമൊരു അന്ത്യത്തിന്റെ, ഒരു അവസാനത്തിന്റെ ഒരു ദർശനം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇന്ന് നാം നടന്നു പോകുന്ന വഴികൾക്ക് അർത്ഥമുണ്ടാകുന്നത്. ഏതൊരു കഥയ്ക്കും ആദിയും മധ്യവും അന്ത്യവും ഉണ്ടാകുമ്പോഴും അന്ത്യമാണ് ആ കഥയുടെ ആദിയുടെയും മധ്യത്തിന്റെയും അർത്ഥം പ്രദാനം ചെയ്യുന്നത്. അന്ത്യം മാറുമ്പോൾ ഈ ആദിയും മധ്യവും മാറിപ്പോകുന്നു. മുയലിന്റെ കഥ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. മുയലും ക്ലാസ്സിൽ പറയാനുള്ളതാണ്, ആമയുടെയും മുയലിന്റെയും കഥ. ആമ പന്തയം ഓട്ടം ജയിച്ചു എന്നാണല്ലോ നമുക്കറിയുന്നത്. ആ ഓട്ടം ജയിച്ചതിന് ശേഷം നമ്മൾ അതിന്റെ ഒരു സാരോപദേശമായി പയ്യെ തിന്നാൽ പനിയും തിന്നാം, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നൊക്കെയുള്ള കഥയുടെ അർത്ഥമായിട്ട് നമ്മൾ കണക്കാക്കാറുണ്ട്. പക്ഷേ തൽക്കാലം ആ കഥ അവിടെ അവസാനിച്ചില്ല എന്നാലോചിക്കും.
ആ കഥയ്ക്ക് വീണ്ടും തുടർച്ചയുണ്ടായി എന്ന് ചിന്തിക്കും. ഈ കഥയ്ക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ കഥ നടന്ന അതേ കാട്ടിന് പുറത്തു വെച്ച് ഒരു മലയുടെ മുകളിൽ വെച്ച് ആമയും മുയലും മറ്റുള്ള കുറച്ച് മൃഗങ്ങളും കൂടി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൂരെ നിന്ന് സമതലത്തിലൂടെ ഒരു തീയ പടർന്ന് കാട്ടിനകത്തേക്ക് വരുന്നതായിട്ട് അവർ കാണുന്നു. ഈ തീയ ആ വനത്തിലേക്ക് പ്രവേശിച്ചാൽ അവിടെയുള്ള എല്ലാ ജീവജാലങ്ങളും ചത്തൊടുക്കുമെന്ന് അറിഞ്ഞതുകൊണ്ട് ഈ ജീവികളെല്ലാം, മൃഗങ്ങളെല്ലാവരും കൂടി യോഗം കൂടുകയാണ്. എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ യോഗം കൂടിയപ്പോ ഇവര് തീരുമാനിച്ചു, കാട്ടിലുള്ള മൃഗങ്ങളെ വിവരം അറിയിക്കണം, മുന്നറിയിപ്പ് കൊടുക്കണം തീരുമാനിച്ചു. മുന്നറിയിപ്പ് കൊടുക്കാൻ ഏതെങ്കിലും ഒരു മൃഗം പോകേണ്ടതുണ്ട്. അപ്പൊ ആരാണ് പോകേണ്ടത്? തീർച്ചയായും കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് പന്തയോട്ടം ജയിച്ചിട്ടുള്ള ആമയല്ലേ പോകേണ്ടത്. ആമ പുറപ്പെടുകയും ചെയ്യും. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് പറയാൻ ആരും ബാക്കി ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് കഥ മാറി നിൽക്കും. ഇതൊരു ബ്രിട്ടീഷ് ഹാസ്യ സാഹിത്യകാരനായ ലോർഡ് ഡൺസണി ചെയ്തിട്ടുള്ള ഒരു തുടർക്കഥയാണ്. ഇവിടെ അന്ത്യം മാറുന്നതോടുകൂടി കഥ മാറുന്നു, കഥയുടെ അർത്ഥം മാറുന്നു, അതിന്റെ സാരം മാറുന്നു. ഫ്രാങ്ക് കെർമോഡ് പറയുന്ന പോലെ ദ സെൻസ് ഓഫ് എൻ എൻഡിങ്, ഒരു അന്ത്യത്തിനെ കുറിച്ചുള്ളൊരു ബോധം എന്നതാണ് അതിന് മുൻപേ പോകുന്ന എല്ലാത്തിനും അർത്ഥം പ്രദാനം ചെയ്യുന്നത്. ഇത്തരം ഒരു ടീലിയോളജിക്കൽ വ്യൂ എന്ന് പറയുന്നത് ദൈവദർശനത്തിനകത്തും ഒരുപക്ഷെ മാർക്സിസത്തിനകത്തും, ലിയോതാർഡൊക്കെ പിന്നീട് മാർക്സിസത്തിനെ വിമർശിക്കുവാനുള്ള പ്രധാനപ്പെട്ട ഗ്രാൻഡ് നാരറ്റീവ് എന്ന രീതിയിൽ മെറ്റാ നാരറ്റീവ് എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാന ഘടകം ഈ ഒരു ടീലിയോളജിക്കൽ വ്യൂ, അന്ത്യമാത്ര യുക്തിയുടെ ഒരു അടിസ്ഥാനം അതിലുള്ളതുകൊണ്ടാണ്. ഇത്തരം ഒരു കൂട്ടിച്ചേർക്കൽ വാൾട്ടർ ബെന്യാമിൻ നിർവഹിക്കുമ്പോഴും പിന്നീടുള്ള ഈ ചിന്തകളിൽ അതിന് നേരെ വിപരീതമായി വളരെ വ്യത്യസ്തമായ ഒരു ചരിത്ര ദർശനമാണ്. മുന്നേ കൂട്ടി തീരുമാനിക്കപ്പെട്ടിട്ടുള്ള ഒരു അന്ത്യം എന്നതിലുപരിയായി മുന്നിലേക്ക് നോക്കുന്ന, ഭാവിയെ പ്രവചിക്കുന്ന, അല്ലെങ്കിൽ ഭാവിക്ക് ഒരു രൂപം കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു രീതിക്ക് പകരം, ഒരു ഫ്യൂച്ചറിസ്റ്റിക് എന്നുള്ളതിന് പകരം ഭൂതകാലത്തിൽ ആശ്രിതമായ, ഭൂതകാലത്തെ സ്വന്തമാക്കി മാറ്റുന്ന, ഭൂതകാലത്തെ തിരിച്ചു പിടിക്കുന്ന, ഭൂതകാലത്തെ തന്നെ ഒരു സമരഭൂമിയാക്കുന്ന, ചരിത്രം തന്നെ ഒരു സമരഭൂമിയാക്കുന്ന ഒരു സമീപനം മാർക്സിസത്തിനും ദൈവശാസ്ത്രത്തിന്റെ കടമെടുത്തുകൊണ്ട് തന്നെ മാർക്സിസത്തിന് പ്രദാനം ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഇതിനകത്തുണ്ടാകുന്നത്. അതിന് രണ്ടാമത്തെ തീസിസില് അദ്ദേഹം ഈ ചോദ്യം ഉയർത്തുന്നു, എന്താണ് ഭൂതകാലം എന്ന ചോദ്യം. പൊതുവെ ഭൂതകാലം എന്നത് മൃതമായത്, നഷ്ടമായത്, കൃത്യമായി നിർവചിക്കപ്പെട്ട് കഴിഞ്ഞത്, മാറ്റത്തിന് വിധേയമല്ലാത്തത്, സംഭവിച്ചു കഴിഞ്ഞുവല്ലോ. നമ്മള് ബെന്യാമിൻ വേറെ ദിക്കില് ആർക്കേഡ്സില് ഒരു സ്ഥലത്ത്, ആർക്കേഡ്സ് എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. പാരീസിനെ കുറിച്ച് വളരെ വിശദമായി, പാരീസിലെ ബൊളീവാർഡുകളെ കുറിച്ച്, അവിടുത്തെ കഫേകളെ കുറിച്ച് അദ്ദേഹം നൊട്ടേഷൻസ് ആയിട്ട് എഴുതിയിട്ടുള്ള, ഒരുപക്ഷെ 20ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി, അവികസിതമായി നിൽക്കുന്ന, പൂർത്തീകരിക്കപ്പെടാത്ത ഒരു കൃതി എന്ന് പറയുന്നത് ആർക്കേഡ്സ് ആയിരിക്കും. അതിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, വാട്ട് ഡു വി നോ അബൌട്ട് ദ പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ദ ഫ്യൂച്ചർ എന്നാണ്. അതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു കൊയ്ത്തയുടെ ഒരു കവിതയുടെ ശകലം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്. വാട്ട് ഡു വി നോ ഓഫ് ദ പാസ്റ്റ്, ദ പ്രസന്റ് ആൻഡ് ദ ഫ്യൂച്ചർ. ദ ഫ്യൂച്ചർ ഇസ് നോൺ എക്സിസ്റ്റന്റ്. ഭാവി എന്നതില്ല, ഭാവി ഉണ്ടായിട്ടില്ല. ഉണ്മയായതാണല്ലോ ഉണ്ട് എന്ന് പറയുന്നത്. ഭാവിക്ക് ഉണ്മയില്ല, ഭാവി ഇല്ല. ഇറ്റ് ഇസ് നോട്ട് ഹാപ്പൻഡ്. ദ പ്രസന്റ്, അവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫിനോമിനോളജി ആയിട്ട് ബന്ധം വരുന്നു. പ്രസന്റ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഗ്രാസ്പ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ്. അത് നാം ഗ്രാസ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും അത് ഭൂതകാലമായി കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് ബാക്കിയായിട്ടുള്ളത് എന്താണ്? ഭൂതകാലം മാത്രം, അനന്തമായ ഭൂതകാലം എന്ന് വേണമെങ്കിൽ പറയാം. ആ അർത്ഥത്തിൽ നാം പ്രയോഗത്തിന്റെ മേഖലയിൽ, ചിന്തയുടെ മേഖലയിൽ, പ്രവൃത്തിയുടെ മേഖലയിൽ, ജീവിതത്തിന്റെ മേഖലയിൽ നാം നിരന്തരമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്, നിരന്തരമായി നാം സമീപിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഭൂതകാലത്തെ തന്നെയാണ്. ആ അർത്ഥത്തിൽ എന്താണ് ഭൂതകാലം എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അവിടെ ആ ചോദ്യത്തിന് ഉത്തരമായി മാറ്റത്തിന് വിധേയമല്ലാത്തത് എന്ന് പറയുന്ന രീതിയിൽ ഉള്ള സങ്കല്പത്തിന് വിരുദ്ധമായി അത്തരത്തിലുള്ള ധാരണകളെ നിരസിച്ചുകൊണ്ട് വർത്തമാനവും ഭൂതവുമായുള്ള ബന്ധത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഭൂതം നിർമ്മിക്കപ്പെടുന്നത് എന്ന ബോധം അദ്ദേഹം ചെറുതായി പരിചയപ്പെടുത്തുന്നു. അതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. എന്താണ് നമ്മുടെ സന്തോഷത്തെ കുറിച്ചുള്ള ബോധം? നാം
ആരോടാണ് അസൂയപ്പെടാറ് എന്ന ചോദ്യമാണ്. ആരോടാണ് നമ്മൾ അസൂയപ്പെടാറ്? നമ്മൾ സാധാരണയായിട്ട് അസൂയപ്പെടാറ് ഇനി വരാനിരിക്കുന്ന നമ്മുടെ പേരക്കുട്ടികളോട് നമുക്ക് അസൂയ ഉണ്ടാവാറുണ്ടോ? ഇല്ല. നമ്മുടെ ചുറ്റും ജീവിക്കുന്ന, നമ്മളോടൊപ്പം ജീവിക്കുന്ന, നമ്മൾക്കായിത്തീരാൻ ആഗ്രഹമുള്ളത് എന്തോ ഒക്കെ ആയി തീർന്നിട്ടുള്ള, നമുക്ക് ലഭിക്കാൻ ആഗ്രഹമുള്ളത് ലഭിച്ചു കഴിഞ്ഞിട്ടുള്ള ചിലരോടാണ് നമ്മുടെ അസൂയുള്ളത്. അവർക്ക് കിട്ടിയത്, അവർക്ക് ലഭ്യമായത് നമ്മൾക്ക് കിട്ടിയിരുന്നെങ്കിൽ നാം സന്തുഷ്ടരായേനെ എന്ന ഒരു വിചാരത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മുടെ സന്തോഷം തന്നെ സാധ്യമാകുന്നത്. അദ്ദേഹം പറയുന്നു, നമ്മുടെ സന്തോഷത്തിന്റെ സങ്കല്പം തന്നെ നാം ജീവിക്കുന്ന കാലത്താൽ നിറം പിടിപ്പിക്കപ്പെട്ടവയാണ് എന്ന്. നാം ജീവിക്കുന്ന കാലം, നമ്മുടെ പരിസരം, നമ്മുടെ സാഹചര്യത്തിൽ അടിസ്ഥിതമായി മാത്രമേ നമുക്ക് നമ്മുടെ സന്തോഷത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയൂ. ഇതേപോലെ തന്നെയാണ് ഭൂതകാലത്തെക്കുറിച്ചുള്ള നല്ല സങ്കല്പം. ഭൂതകാലം എന്നത് നമ്മിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന, നമുക്ക് അന്യമായ, ഓൾറെഡി ഹാപ്പൻഡ് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. എല്ലായ്പ്പോഴും നടന്നു കഴിഞ്ഞിരിക്കുന്ന ഒന്ന് എന്നതിൽ നിന്ന് മാറി ഈ ഭൂതകാലം എന്നത് നാം സന്തോഷത്തെക്കുറിച്ച് ചിന്തിക്കുന്ന അതേ രീതിയിൽ തന്നെ ചിന്തിക്കുകയാണെങ്കിൽ, നാമുമായി ബന്ധപ്പെടുന്ന രീതിയിൽ, നമ്മുടെ പരിസരവുമായി ബന്ധപ്പെടുന്ന രീതിയിൽ, നമ്മുടെ ഇച്ഛകളും നമ്മുടെ കാംക്ഷകളും നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ ഇംഗിതങ്ങളും നമ്മുടെ മോഹങ്ങളുമായി ബന്ധപ്പെടുന്ന രീതിയിൽ മാത്രമേ നമുക്ക് ഭൂതകാലത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയൂ. നാം നമ്മുടെ പരിസരത്തിൽ, വർത്തമാനത്തിന്റെ പരിസരത്തിൽ നിന്നുകൊണ്ടാണ് ഭൂതകാലത്തെ കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് പറയും. ഒരർത്ഥത്തിൽ ആ പറയുന്നതിന്റെ സൂചന എന്നത് ഭൂതകാലം എന്നത് വർത്തമാനത്തിൽ ഉണരുന്ന ഒന്നാണ് എന്നും, അത് നമ്മുടെ ഇംഗിതങ്ങൾക്കനുസരിച്ചാണ് അത് ഉണരുന്നത് എന്നും, ആ ഭൂതകാലം ഇല്ല എന്നുണ്ടെങ്കിൽ വർത്തമാനമില്ല എന്ന് പറയുന്ന ഒരു സൂചന കൂടി അതിനകത്തുണ്ടാകും. കാരണം ഈ വിമോചനത്തിന്റെ, അതിൽ അദ്ദേഹം സന്തുഷ്ടിയെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, നമുക്ക് മുന്നേ പോയ ഓരോ തലമുറയെയും പോലെ ദുർബലമായ ഒരു രക്ഷാകര ശക്തിയാലാണ് നാമും അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ളത്. ആ രക്ഷാകര ശക്തിയിന്മേൽ ഭൂതകാലത്തിനും അവകാശമുണ്ട്. ആ അവകാശമാകട്ടെ കുറഞ്ഞ വിലയ്ക്ക് വീട്ടി തീർക്കാൻ കഴിയുന്നതുമല്ല. ക്രിസ്തീയ ജൂത സങ്കല്പങ്ങളിൽ ഉള്ള ഒരു ബോധം എന്നത് രക്ഷകൻ അവതരിക്കുമ്പോൾ, മിശിഹ അവതരിക്കുമ്പോൾ, അത് പിന്നീട് ഓട്ടോഡിനേവന്റെ ഇതിൽ അവസാനം പറയുന്നത്, കേവലം രക്ഷകനായി മാത്രമല്ല അന്തിക്രിസ്തുവിന്റെ ഘാതകൻ കൂടിയായാണ് മിശിഹ വരുന്നത് എന്ന് പറയുന്നത്. അതായത് മിശിഹായുടെ പ്രവൃത്തി എന്ന് പറയുന്നത് ഇന്നിനെ മാത്രം സംബന്ധിക്കുന്ന ഒന്നല്ല, ഇന്നിനെയും ഇന്നലെകളെ ആകമാനം ഗ്രസിക്കുന്ന ഒരു ആക്ഷനാണ്, ഒരു പ്രവൃത്തിയാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഇന്ന് വിമോചനം രക്ഷകൻ സാധ്യമാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇന്ന് ജീവിക്കുന്നവരുടെ മാത്രം വിമോചനമല്ല, ഇന്നേ വരെ ജീവിച്ചിരുന്നവരുടെ എല്ലാവരുടെയും വിമോചനമാണ്. ഇന്നേ വരെ മർദ്ദനത്തിന്റെയും പാപത്തിന്റെയും അവസ്ഥകളിൽ ഉഴന്നിട്ടുള്ളവർ മുഴുവനും എന്തെങ്കിലും വെച്ചാൽ ചില സമയത്ത് ഈ വാക്ക് വിശ്വനാഥ മാഷ് പറയാറില്ലേ, ഞങ്ങളുടെ ഇവിടുത്തെ മാഷയായിരുന്നു, അദ്ദേഹം നന്നായിട്ട് പ്രസംഗിച്ചതിന് ശേഷം തിരിച്ചു വന്നിട്ട് പറയും, പ്രസംഗം കേമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ചിന്തയൊട്ടും ഉണ്ടായിരുന്നില്ല, നമ്മുടെ വാക്കിന് തടസ്സം ഉണ്ടായിരുന്നില്ല, വാക്ക് നിർലോഭം വന്നു പോകും. ഇവിടെ ഇപ്പൊ എന്റെ അല്ല, ഇദ്ദേഹത്തിന്റെ ചിന്ത ഇവിടെ നിൽക്കുമ്പോൾ പലപ്പോഴും വാക്കിന് തടസ്സം വരും. ക്ഷമിക്കുക, അതെന്തായാലും. കാരണം നമ്മൾ പലപ്പോഴും വാക്കുകൾ എത്തിച്ചേർക്കാൻ പറ്റാത്ത ഒരു ചിന്തയുടെ തലത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത്, അത് എന്റെ പരിമിതിയാണ്, എന്റെ മാത്രം പരിമിതിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയട്ടെ. ഏതായാലും അത്തരത്തിൽ ഉഴലുന്ന ഒരു എല്ലാ ജനതകളുടെയും എല്ലാവരുടെയും വിമോചനം കൂടി അതിനകത്ത് ഉണ്ടാകുന്നു എന്ന് പറയുന്നൊരു ബോധം. അപ്പോ രക്ഷാകര ശക്തി എന്നത് ഒരർത്ഥത്തിൽ മെസ്സിയാനിക് പവർ എന്ന് പറയുന്ന വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. മെസ്സിയാനിക് പവർ. ഈ മെസ്സിയാനിക് പവർ ഇനിയും വിമോചനം സാധ്യമായിട്ടില്ല എന്നതുകൊണ്ടും ഇനിയും വിമോചനം വരാനിരിക്കുന്നു എന്നതുകൊണ്ടും ഈ വിമോചനത്തിന് വേണ്ടിയുള്ള ഇച്ഛ, കാംക്ഷ എന്ന് പറയുന്നത് ഓരോ കാലത്തും ആവർത്തിച്ചു വരുന്നു എന്നതുകൊണ്ടും ഒടുവിൽ യഥാർത്ഥത്തിൽ വിമോചനം സംഭവിക്കുമ്പോൾ അത് അക്കാലത്തിന് മാത്രമല്ല, അതിനു മുൻപുള്ള എല്ലാ കാലത്തെയും വിമോചനേച്ഛകൾക്ക് വേണ്ടിയുള്ള ഒരു കടം തീർക്കലാണ്, കടം വീട്ടൽ കൂടിയാണ് എന്ന് അദ്ദേഹം പറയും. ഇവിടെയാണ്
ഈ ഭൂതകാലം വർത്തമാനവുമായി എങ്ങനെ സന്ധിയിൽ ഏർപ്പെടുന്നു, എങ്ങനെ ഒത്തുചേരുന്നു എന്ന സൂചന ആരംഭിക്കുന്നത് തന്നെ. മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ തീസിസില് ആ ഭൂതകാലം എങ്ങനെയാണ്, ഇവിടെയാണ് ഭൂതകാലം ഒരു മൃതമായ സംഗതിയല്ല എന്ന്, ഭൂതകാലം നഷ്ടപ്പെട്ടു പോയ പൂർണ്ണമായി നിർണയിക്കപ്പെട്ട ഒന്നല്ല എന്നും ഉള്ള സൂചന ഭൂതകാലത്തെ ഉജ്ജീവിപ്പിക്കുന്ന, അതിന് ജീവൻ പ്രദാനം ചെയ്യുന്ന ഒരു രീതിയായിട്ട് മാറുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ആർക്കാണ് യഥാർത്ഥത്തിൽ ഭൂതകാലത്തെ എല്ലാ സംഭവങ്ങളും ഒന്നുപോലും വിടാതെ പറയാൻ കഴിയുന്നത്? ഏതൊരു പുരാതനകാരനായിരിക്കും അത് കഴിയുന്നത് എന്ന് ചോദിക്കുന്നു. അത് വിമോചിതമായ ഒരു മനുഷ്യരാശിക്ക് മാത്രമേ അത് പറയാൻ കഴിയുകയുള്ളൂ. കാരണം ഭൂതകാലത്തിന് പുറത്തുള്ള നമ്മുടെ വ്യാഖ്യാനങ്ങൾ എന്ന് പറയുന്നത്, ഭൂതകാലത്തെ പ്രത്യേക രീതികളിൽ ചിത്രീകരിക്കുക എന്ന് പറയുന്നത്, ഇതാണ് ഭൂതകാലം, അതല്ല ഭൂതകാലം, ഇതാണ് പ്രധാനം, അതല്ല പ്രധാനം എന്ന രീതിയിൽ സംഭവങ്ങൾക്കിടയിൽ ശ്രേണികൾ സൃഷ്ടിക്കുകയും ചിലവയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയും മറ്റു ചിലവയെ തമർത്തുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള, ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ആ ഒരു സഹര്യ എന്ന് പറയുന്ന, ആ വ്യവഹാരം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി വിമോചനം ലഭിക്കാത്ത, എല്ലാം ഏറ്റുപറയാൻ കെൽപ്പില്ലാത്ത ഒരു ജനതയ്ക്ക് മാത്രമാണ്. മറ്റൊരു നിലയ്ക്ക് ഭൂതകാലത്തിന്റെ ഏതൊരു ആവിഷ്കാരവും, ഭൂതകാലത്തെ സംബന്ധിക്കുന്ന ഏതൊരു ചിത്രീകരണവും പൂർണ്ണമായും പരിപൂർണമായും ഐഡിയോളജിക്കലാണ് എന്ന ഒരാശയവും, അത്തരം ഐഡിയോളജിയിൽ നിന്ന് പുറത്തു കിടക്കുന്ന, അത്തരം ഒരു പ്രത്യയശാസ്ത്ര ആലേഖനത്തിൽ നിന്നും പുറത്തു കിടക്കുന്ന ഒരു നിമിഷത്തിൽ മാത്രമേ നമ്മുടെ ഭൂതകാലം പൂർണ്ണമായും നമുക്ക് ലഭ്യമാകുന്നുള്ളൂ. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, എല്ലാ സത്യങ്ങളെക്കുറിച്ചും, എല്ലാ വാസ്തവങ്ങളെക്കുറിച്ചും, എല്ലാ സംഭവങ്ങളെക്കുറിച്ചും നമുക്ക് മടിയിൽ ഖരമില്ലാതെ പറയാൻ പറ്റുന്ന ഒരവസ്ഥ വിമോചനത്തിന്റെ ആ ഒരു മുഹൂർത്തത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന നിലയ്ക്ക് അദ്ദേഹം പറയുന്നു, ദൈനംദിനത്തിന്റെ ഉദ്ധരണികളായി തീരുന്ന ഒരു ബോധം ഭൂതകാലത്തിൽ ഉണ്ടാവുന്നത് ആ വിമോചനവുമായി ബന്ധപ്പെടുമ്പോൾ മാത്രമേ. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടതാണ്, ഇറ്റ് ഇസ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് റെവല്യൂഷൻ, it is at that point of liberation that the past in its entirety becomes possible. വിമോചനം എന്ന് പറയുന്നത് വർത്തമാനത്തിന്റെ വിമോചനം മാത്രമല്ല, ഭൂതകാലത്തിന്റെ കൂടി, ഭൂതകാലത്തിന്റെ പൂർണ്ണതയുടെ വിമോചനമാണ് എന്ന് പറയുന്ന ബോധം. അതുകൊണ്ടാണ് ഭൂതകാലം എന്ന് പറയുന്നത് നമ്മുടെ വ്യവഹാരങ്ങളിൽ, പ്രത്യേകിച്ച് വിമോചനോന്മുഖമായിട്ടുള്ള അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസ്റ്റ് ആയിട്ടുള്ള ചരിത്രപരമായ ഭൗതികവാദത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന വ്യവഹാരങ്ങൾക്ക് ഏറ്റവും പ്രധാനമായി മാറുന്നത് എന്ന് പറയും. ഇതിന്റെ തുടർച്ചയായാണ് അദ്ദേഹം ഹെഗലിന്റെ ഒരു ഉപയോഗിച്ചുകൊണ്ട്, ഒരു ഉദ്ധരണി ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഭൂതകാലത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോ അതില് ബിബ്ലിക്കലായിട്ടുള്ള ഒരു സംഗതി, ബിബ്ലിക്കലായിട്ടുള്ള ഫ്രേസ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഭൂതകാലത്തിന്റെ, നിങ്ങൾ ഭക്ഷണവും വസ്ത്രവും നേടിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ദൈവരാജ്യവും നിങ്ങളുടേതായി തീരും എന്ന് പറയുമ്പോൾ അദ്ദേഹം സൂചിപ്പിക്കുന്നത്, യഥാർത്ഥത്തിലുള്ള സമരം എന്നത്, വർഗസമരം എന്ന് പറയുന്നത് കേവലം ആത്മീയമായ പരിഷ്കൃതമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. പലപ്പോഴും ഏറ്റവും ഭൗതികവും പ്രാകൃതവും, പ്രാകൃതം എന്ന് ഉപയോഗിച്ചതുകൊണ്ട് പരിഷ്കൃതത്തിന്റെ വിപരീതമായ അല്ല അവിടെ ഉപയോഗിക്കുന്നത്, പ്രകൃതിയാണുള്ളത്, ഉടമസ്ഥാവകാശത്തെ സംബന്ധിക്കുന്നത്, വസ്തുക്കളിൽ പുറത്തുള്ള ഉടമസ്ഥത എന്നുള്ളതെനിക്ക് മറ്റെന്തിനേക്കാളേറെ പ്രാകൃതവും ഭൗതികവുമായ വസ്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് എന്ന് പറയുന്നത്. ഇനി ഇതിനപ്പുറം ആത്മീയമായ ഒരു വശം അതിനകത്തുണ്ട് എന്നുണ്ടെങ്കിൽ, മുൻകാലങ്ങളിൽ നിന്ന് ഉസ്യത്തായി കിട്ടിയിരിക്കുന്ന സ്പിരിച്വൽ അല്ലെങ്കിൽ വേറൊരു നിലയ്ക്ക് ഇന്റലക്ച്വൽ എന്ന് പറയാവുന്ന, ബൗദ്ധികം എന്ന് പറയാവുന്ന വിഭവങ്ങളുടെ ഒരു വിതരണമായല്ല വരുന്നത്, മറിച്ച് വർഗസമരത്തിന്റെ സാഹചര്യത്തിൽ തന്നെ ഉണ്ടാകുന്ന സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും നർമ്മത്തിന്റെയും മറ്റും ചെറിയ ഘടകങ്ങളായാണ്. ഇതിന് കാരണം അദ്ദേഹം വ്യക്തമായി മുന്നേ പറഞ്ഞതിന്റെ തുടർച്ചയായി സൂചിപ്പിക്കുന്നു. ഓരോ വർത്തമാനകാലത്തിലും ഉണ്ടാകുന്ന വിമോചനത്തിന്റെ സാധ്യതയിലേക്ക് മുഖം തിരിച്ചുകൊണ്ടാണ് ഭൂതകാലം നിൽക്കുന്നത്. പൂവുകൾ ഒരു സൂര്യന് നേരെ തിരിയുന്ന പോലെ, എവിടെയാണോ സൂര്യൻ ഉദിക്കുന്നത് ആ സൂര്യന്റെ പ്രയാണത്തിനനുസരിച്ച് പൂവ് അതിനെ പിന്തുടരുന്ന പോലെ തന്നെ വളരെ രഹസ്യമായ ഒരു സൂര്യാഭിമുഖ തൃഷ്ണയാൽ, ഹീലിയോട്രോപ്പിസം എന്നാണ് പറയുന്നത്. ഹീലിയോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ സൂര്യനെ അഭിമുഖമായി നിൽക്കാനുള്ള തൃഷ്ണ. ആ സൂര്യാഭിമുഖ തൃഷ്ണയാൽ
ഭൂതകാലം എപ്പോഴും സമകാലത്തിലേക്ക്, വർത്തമാനത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു. ഭൂതകാലം എന്നത് വളരെ വളരെ സജീവമായ, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന, വർത്തമാനകാലത്തിന്റെ ഭാവി നിർമ്മാണത്തിന്റെ സാധ്യതകളിലേക്ക് മുഖം തിരിച്ചു നിൽക്കുന്ന വളരെ ആക്റ്റീവായിട്ടുള്ള, ക്രിയേറ്റീവായിട്ടുള്ള സ്പേസ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഭൂതകാലം എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ ഒന്ന് എന്നതിനപ്പുറത്തേക്ക് പോകുന്ന ഒരു ബോധം ആണ് അവിടെ വരുന്നത്. ഇവിടെയാണ് അദ്ദേഹം എങ്ങനെയാണ് നാം ഭൂതകാലത്തെ മനസ്സിലാക്കേണ്ടത് എന്ന് ചോദിക്കുന്നത്. എങ്ങനെയാണ് നാം ഭൂതകാലത്തെ മനസ്സിലാക്കുക? എങ്ങനെയാണ് നാം ഭൂതകാലത്തെ കൈപ്പിടിയിലാക്കുക? ഭൂതകാലം എന്നത് ഒരർത്ഥത്തിൽ പറയാം, വാൾട്ടർ ബെന്യാമിൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പറയാം, ഭാവി എന്നൊന്നില്ല എന്നുണ്ടെങ്കിൽ ഭൂതം എന്നൊന്നുമില്ല. നമുക്ക് കൈപ്പിടിയിലേക്ക് ആക്കാൻ പറ്റാവുന്ന ഒന്നായി, കൃത്യമായി നിർവചിക്കപ്പെട്ട ഒരു വസ്തുവായി, ഒരു പ്രതിഭാസമായി ഭൂതകാലം ഇല്ല എന്ന് നമുക്ക് പറയാമായിരിക്കാം. പക്ഷെ അങ്ങനെ പറയുമ്പോൾ അതിനെക്കുറിച്ചാണ് ഭൂതകാലം എപ്പോഴും നമ്മെ കടന്നു പോകുന്നു. ഭൂതകാലത്തിന്റെ യഥാർത്ഥ ചിത്രം എപ്പോഴും നമ്മെ കടന്നു പാറിപ്പോകുന്നു. അതിനെ തിരിച്ചറിയാൻ കഴിയുന്ന ആ ഒരു നിമിഷത്തിൽ മാത്രം പൊടുന്നനെ മിന്നി ഉയരുകയും പിന്നെ ഒരിക്കലും കാണാതെയാകുകയും ചെയ്യുന്ന ഒരു കാഴ്ചയായി മാത്രമേ ഭൂതകാലത്തെ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയൂ. ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ ഈ ചിന്തയിലെ ഏറ്റവും കാതലായ ഒരംശമാണ് ഇവിടെ വരുന്നത്. അതിന്റെ കുറേയും കൂടി ശക്തമായ ആവിഷ്കാരം പിന്നീട് തീസിസ് 8 വരുന്നത്. എങ്ങനെയാണ് നാം ഭൂതകാലത്തെ അറിയുന്നത്? ഭൂതകാലത്തെ അറിയുന്നത് തീസിസ് 6 വരുന്നത്. ഭൂതകാലത്തെ നാം അറിയുന്നത് എങ്ങനെ? കൃത്യമായി മുന്നേ നടന്നിരുന്ന ഒരു സംഭവങ്ങളുടെ ഒരു പരമ്പര എന്ന നിലയ്ക്ക് 1, 2, 3 എന്ന നമ്മൾ ജപമാലയിലെ ഉരുക്കഴിക്കുന്ന പോലെ ഒരു പരമ്പരയായല്ല നാം ഭൂതകാലത്തെ അറിയുന്നത്. മറിച്ച് നമ്മൾക്ക് ഒരു പ്രത്യേക നിമിഷത്തിൽ ആവശ്യമായ രീതിയിൽ മിന്നിമറയുന്ന ഒരു ഓർമ്മ പോലെ, പെട്ടെന്ന് കയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിൽ പെട്ടെന്ന് മിന്നിമറയുന്ന ഒരു ഓർമ്മ പോലെയാണ് ഭൂതകാലം നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. എന്താണ് അതിന് കാരണം? അതിന് കാരണം എന്നത് ഈ വർത്തമാനകാലത്തിന്റെ ഇന്നിന്റെ ആവശ്യമനുസരിച്ച് ആ ഇന്നുമായുള്ള നമ്മുടെ സംഘർഷത്തിന്റെ സവിശേഷമായ മുഹൂർത്തത്തിൽ, ആ മുഹൂർത്തത്തിനാവശ്യമായ, നമുക്കാവശ്യമായ രീതിയിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ അനുഭവ പടലങ്ങളിൽ നിന്നും, നമ്മുടെ മുന്നേ പോയിരിക്കുന്ന തലമുറകളുടെ അനുഭവ പടലങ്ങളിൽ നിന്നും നമുക്ക് കിട്ടാവുന്ന ഒരു ഓർമ്മയായി ഇന്നിലേക്ക് വെളിച്ചം തൂകുന്ന, ഇന്നിന് വെളിച്ചമേകുന്ന, ഇന്നിനെ വ്യക്തമാക്കി തരുന്ന, നമുക്കറിയാലോ, നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഈ മിന്നൽ വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. സാധാരണ നിങ്ങൾ ശ്രദ്ധിച്ചാൽ സാധാരണ ജീവിതത്തിൽ ഭയങ്കര പോയിട്രി ഉണ്ട്, ഭയങ്കര കാവ്യാത്മകതയുണ്ട്. മിന്നൽ വരുമ്പോൾ നമ്മൾ കാണുന്നത് സാധാരണ കാണുന്ന പോലെയല്ല. സാധാരണ വെളിച്ചത്ത് നമ്മൾ കാണുന്ന ഒരേ പ്രദേശം തന്നെ, ആ ഒരു സാഹചര്യം തന്നെ പെട്ടെന്ന് ഒരു ഇടിമിന്നലിലൂടെ നമ്മൾ കാണുമ്പോൾ അതുവരെ കാണാത്ത രീതിയിലായിരിക്കും നമ്മൾ കാണുന്നത്. കാരണം ആ വെളിച്ചത്തിന്റെ ഒരു പ്രഭാപൂരത്തിന്റെ ശക്തി എന്ന് പറയുന്നത് മറ്റൊരിക്കലും ഇല്ലാത്തതായിരിക്കും. ഒരുപക്ഷെ നാം ഇതുവരെ കാണാത്ത പോലെ, അല്ലെങ്കിൽ മറ്റൊരിക്കലും കാണാൻ സാധ്യമല്ലാത്ത പോലെ ഈ മിന്നലിന്റെ നിമിഷത്തിൽ നാം നമ്മുടെ ചുറ്റുപാടുകളെയും വളരെ വ്യത്യസ്തമായ ഒരു രീതിയിൽ, തികച്ചും വ്യത്യസ്തമായ രീതിയിൽ, ഇനി ഒരിക്കലും ഒരുപക്ഷെ കാണാൻ പറ്റാത്ത രീതിയിൽ നമ്മൾക്ക് അനുഭവവേദ്യമാക്കി തരുന്ന, ദൃശ്യവേദ്യമാക്കി തരുന്ന ഒരു മുഹൂർത്തമായിട്ടാണ് വരുന്നത്. ഇത്തരത്തിലാണ് നാം ഭൂതകാലത്തെ കാണുന്നത്. ആ ഭൂതകാലത്തെ കാണുക എന്ന് പറയുന്നത് നാം ഭൂതകാലത്തെ മാത്രമല്ല കാണുന്നത് എന്നും, ആ ഭൂതകാലത്തിന്റെ കാഴ്ചയിലൂടെ നാം ഇന്നിനെ കൂടി കാണുകയാണ്, സമകാലീനതയെ കൂടി, നമ്മുടെ പരിസരത്തെ കൂടി നാം മറ്റൊരു വിധത്തിൽ മനസ്സിലാക്കുകയാണ്, കാണുകയാണ്, ഗ്രഹിക്കുകയാണ് എന്ന അർത്ഥം കൂടി അതിനകത്ത് വരുന്നു. ആ മിന്നലിന്റെ സമയത്ത് കാണുന്നത് മിന്നൽ മാത്രമല്ലല്ലോ, നമ്മുടെ പരിസരത്തെ കൂടിയാണല്ലോ, നമ്മുടെ സാഹചര്യത്തെ കൂടിയാണല്ലോ, നമ്മെ കൂടിയാണല്ലോ. ആ കാഴ്ച എന്നുള്ളത്, അല്ലെങ്കിൽ സാധ്യമല്ലാത്ത ആ കാഴ്ച എന്നത് ആ മിന്നലിന്റെ നിമിഷത്തിൽ മാത്രമാണ് കിട്ടുന്നത്. അദ്ദേഹം പറയുന്നു, ആ ഒരു നിമിഷത്തിൽ മാത്രം പൊടുന്നനെ മിന്നി ഉയരുകയും പിന്നെ ഒരിക്കലും കാണാതെയാകുകയും ചെയ്യുന്ന ഒരു കാഴ്ചയായി മാത്രമേ നമുക്കതിനെ പിടിച്ചെടുക്കാൻ കഴിയൂ. ആ കാഴ്ചയെ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ആ കാഴ്ചയെ ഒരു ഓർമ്മയാക്കി മാറ്റുകയാണ്. ആ കാഴ്ച എന്നത് നമ്മുടെ മനസ്സിൽ മുദ്രണം ചെയ്യുന്ന, ഒരർത്ഥത്തിൽ ഭൂതവും വർത്തമാനവും ഒന്നായി ചേരുന്ന, മിന്നലും കാഴ്ചയും ഒന്നായി ചേരുന്ന ആ ഒരു നിമിഷത്തിൽ അതിന്റെ ഒരു ഓർമ്മയാണ് നമ്മുടെ മനസ്സിൽ ആലേഖിതമാകുന്നത്. ആ ഒരു ഓർമ്മയാണ് ഒരർത്ഥത്തിൽ നമ്മുടെ ഇന്നുകളെ കുറിച്ച് വ്യത്യസ്തമായ രീതിയിൽ നമ്മെ മനസ്സിലാക്കിപ്പിക്കുകയും അതിന്റെ ഒരു ഊർജമായി മാറുകയും ചെയ്തു. അദ്ദേഹം പറയുന്നുണ്ട്,
എപ്പോഴും ഭൂതകാലത്തെക്കുറിച്ചുള്ള ഈ പരമ്പരയായിട്ട് പറയുന്നതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇന്നിന് ആവശ്യമില്ലാത്ത ഒരു ഭൂതകാലവും നിലനിൽക്കുകയില്ല എന്നതാണ്. കാരണം അടിസ്ഥാനപരമായി ഭൂതകാലം എന്നത് വർത്തമാനത്തിന്റെ ഒരു നിർമ്മിതിയാണെന്ന് പിന്നീട് വികസിപ്പിക്കുന്ന ഒരു ആശയത്തിന്റെ ചെറിയ സൂചന അദ്ദേഹം കൊടുക്കുന്നു. ഇതിന്റെ തുടർച്ചയായി കുറെ കൂടി വ്യക്തതയോടുകൂടി ഒരുപക്ഷെ ഈ പ്രബന്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു 2 വാചകങ്ങളാണ് അടുത്ത തീസിസിന്റെ തുടക്കത്തിൽ. ഭൂതകാലത്തിന്റെ ചരിത്രപരമായ ആവിഷ്കാരം അത് യഥാർത്ഥത്തിൽ എങ്ങനെയായിരുന്നു, ഹൗ ഇറ്റ് റിയലി വാസ്. റാങ്കയുടെ ചരിത്രകാരനായിട്ടുള്ള, ചരിത്ര രീതിശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവായിട്ടുള്ള, ആധുനികമായ ചരിത്ര രീതിശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്ന റാങ്കെ പറയാണ്, ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി റിയലൈസിംഗ് ദ പാസ്റ്റ് ആസ് ഇറ്റ് റിയലി വാസ്. യഥാർത്ഥത്തിൽ ഭൂതകാലം എന്തായിരുന്നു എന്ന് കണ്ടെത്തലാണ് ചരിത്രത്തിന്റെ കർമ്മം എന്ന് പറയുന്നത്. അതിന് വിപരീതമായി ഇദ്ദേഹം പറയുന്നു, ഭൂതകാലത്തിന്റെ ചരിത്രപരമായ ആവിഷ്കാരം അത് യഥാർത്ഥത്തിൽ എങ്ങനെയായിരുന്നു എന്ന കണ്ടെത്തലല്ല, മറിച്ച് ഘോരമായ ഒരു ആപത്തിന്റെ നിമിഷത്തിൽ മിന്നിമറിയുന്ന ഒരു ഓർമ്മയെ കയ്യെത്തിപ്പിടിക്കലാണ്. ഇറ്റ് ഈസ് അറ്റ് എ പോയിന്റ് ഓഫ് ഡേഞ്ചർ, എ മോമെന്റ് ഓഫ് ഡേഞ്ചർ, ദാറ്റ് ഈ പെട്ടെന്ന് മിന്നിമറിയുന്ന ഒരു ഓർമ്മയെ, നേരത്തെ മിന്നിമറിയുന്ന ലൈറ്റ്നിങ്ങിന്റെ ആ മിന്നലിന്റെ ഒരു സൂചന നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആ മിന്നിമറിയുമ്പോൾ ഉണ്ടാകുന്ന ആ കാഴ്ചയിൽ നിന്നും ഉരുത്തിരിയുന്ന ഒരു ഓർമ്മ, ആ ഒരു ഓർമ്മയെ കയ്യെത്തിപ്പിടിക്കലാണ് യഥാർത്ഥത്തിൽ ഭൂതകാലം അല്ലെങ്കിൽ ചരിത്രം എഴുത്ത്. ചരിത്രം എന്ന് പറയുന്നത് ഇത്തരമൊരു കയ്യെത്തിപ്പിടിക്കലാണ് എന്ന് പറയുന്നത്. ആപത്തിന്റെ നിമിഷത്തിൽ ചരിത്രത്താൽ എടുത്തു കാട്ടപ്പെടുന്ന നിലയിൽ മനുഷ്യന് മുന്നിൽ അപ്രതീക്ഷിതമായി അവതരിക്കുന്ന ആ ഭൂതകാല ബിംബത്തെ ഓർമ്മയിൽ സൂക്ഷിക്കാനാണ് ചരിത്രപരമായ ഭൗതികവാദം ആഗ്രഹിക്കുന്നത്. ഇന്നിനെ മാറ്റുവാനായി ഇന്നലെകളുടെ ഓർമ്മകളെ ഉജ്ജീവിപ്പിച്ചുകൊണ്ട്, ഇന്നിനെ മനസ്സിലാക്കാനായി ഇന്നലെകളുടെ ഓർമ്മകളെ ഉജ്ജീവിപ്പിച്ചുകൊണ്ട് ആ ഒരു മോമെന്റ് ഓഫ് ക്ലാരിറ്റി എന്ന് പറയുന്നത് വ്യക്തതയുടെ, സുവ്യക്തതയുടെ, അതിവ്യക്തതയുടെ ഒരു നിമിഷത്തിൽ കിട്ടുന്ന ആ ഒരു കാഴ്ച, ആ ഒരു കാഴ്ചയെ ഒരു നിധി പോലെ, ഒരു ഓർമ്മയായി സൂക്ഷിക്കുന്ന ഒരവസ്ഥ, ഇതാണ് യഥാർത്ഥത്തിൽ ചരിത്രപരമായ ഭൗതികവാദത്തിന്റെ ചരിത്ര ദർശനം എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായി മാറുന്ന ഒരു കാര്യം, ഗോട്ട്ഫ്രീഡ് കെല്ലറൊക്കെ പറയുന്ന പിന്നീട് വരുന്ന കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് ചരിത്രപരത എന്നത് ഭൂതകാലം അവിടെ തന്നെയുണ്ട്, നമുക്കൊന്നും ചെയ്യേണ്ടതില്ല, അതൊന്നും മാറ്റേണ്ട കാര്യമൊന്നുമില്ല, അത് അവിടെ തന്നെയുണ്ട്. അതെപ്പോ വേണമെങ്കിലും നമുക്ക് വേണ്ട പോലെ എടുത്ത് സ്വീകരിക്കാവുന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ മധ്യത്തോടു കൂടിയാണ് ആധുനികമായ ചരിത്ര എഴുത്തിന്റെ ഒരു രീതിശാസ്ത്രം വികസിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞ റാങ്കയുടെയും പിന്നെ ഗോട്ട്ഫ്രീഡ് കെല്ലറും അതേപോലെ തന്നെ ഡി കുലാൻഷ് എന്ന് പറയുന്ന പിന്നീട് കോട്ട് ചെയ്യുന്ന ആളുണ്ട്. ഇവരൊക്കെയാണ് ഒരർത്ഥത്തിൽ വസ്തുനിഷ്ഠമായ ഒരു ചരിത്രത്തിന്റെ യാഥാർത്ഥ്യത്തെ, ഭൂതകാല യാഥാർത്ഥ്യത്തെ കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു ചരിത്രത്തിന്റെ സാധ്യത സ്രോതസ്സുകളും ഉപാദാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട്, കൃത്യമായ സോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ചരിത്രം എഴുതുന്ന ഒരു സമ്പ്രദായത്തിന്റെ സാധ്യതയെക്കുറിച്ച് അതിനൊരു അക്കാഡമിക് ഡിസിപ്ലിൻ എന്ന രീതിയിൽ, ഒരു വിജ്ഞാന മേഖല എന്ന രീതിയിൽ വികസിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. പക്ഷെ അത്തരം ഒരു ചരിത്രത്തിന്റെ അപകടം എന്താണ് എന്നുള്ള സൂചനയാണ് ഇവിടെ വരുന്നത്. മറിച്ച് വിപ്ലവകരമായ ശ്രമങ്ങൾക്ക് ആവശ്യമായ ചരിത്ര ദർശനം എന്ന് പറയുന്നത് ഈ നിർദ്ധാരണം, ഭാവിയുടെ ഭൂതകാലത്തിന്റെ നിർദ്ധാരണം എന്ന് പറയുന്നത് അതേസമയം തന്നെ വർത്തമാനകാലത്തിന്റെ കൂടി നിർദ്ധാരണമാകുന്ന ആ മിന്നിമറിയുന്ന ഒരു നിമിഷത്തിൽ എല്ലാം വ്യക്തതയോടുകൂടി കാണാനുള്ള ഒരു സാധ്യത തുറന്നു കിട്ടുന്ന ഒന്നായി ചരിത്രം മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആ ഭൂതകാലം നിർമ്മിച്ചിരിക്കുന്ന ആ ഭൂതകാലം, അങ്ങനെയൊരു ഭൂതകാലം ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് നേരത്തെ പറഞ്ഞ പോലെയുള്ള കൃത്യമായി എഴുതപ്പെട്ട ഒരു ഭൂതകാലം ഇല്ല എന്നുണ്ടെങ്കിൽ അത് എന്തു തരത്തിലുള്ള ഭൂതകാലമാണ് എന്ന് ചോദിച്ചാൽ ആ ഭൂതകാലം നിർമ്മിക്കപ്പെടുന്ന ഒരു ഭൂതകാലമാണ്. എന്തുകൊണ്ടാണ് അത് നിർമ്മിക്കപ്പെടുന്ന ഒരു ഭൂതകാലമാണ് എന്ന് പറയുന്നത്? മിശിഹ അവതരിക്കുന്നത് രക്ഷകനായി മാത്രമല്ല, അന്തിക്രിസ്തുവിനെ കീഴടക്കുന്നവൻ കൂടിയായാണ്. ശത്രു വിജയിച്ചാൽ മരിച്ചവർ പോലും അവനിൽ നിന്നും സുരക്ഷിതരല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ചരിത്രകാരന് മാത്രമേ ഭൂതകാലത്തിൽ നിന്ന് ഉയരുന്ന പ്രത്യാശയുടെ തീപ്പൊരികളെ വീശി ഉയർത്താൻ കഴിയും. At each point of time,
The colonization of the present is also a colonization of the past. വർത്തമാനകാലത്തിന്റെ അധീശത്വം, വർത്തമാനകാലത്തിനുമേൽ ഏൽപ്പിക്കുന്ന ഒരു അധീശത്വം എന്നത് വർത്തമാനകാലത്തിനുമേൽ മാത്രമല്ല ആ അധീശത്വം നിർമ്മിച്ചെടുക്കുന്നത്, അത് ഭൂതകാലത്തിനുമേൽ കൂടിയുള്ള അധീശത്വമാണ് എന്ന് പറയുന്ന വളരെ കൃത്യമായ ഒരു ബോധം ഇവിടെ വരും. ശത്രു വിജയിച്ചാൽ മരിച്ചവർ കൂടി അവരിൽ നിന്നും രക്ഷപ്പെടുന്നില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം പലപ്പോഴും ശത്രുവിന്റെ വ്യവഹാരം എന്നത് ഈ സമകാലീനമായ അവസ്ഥയുടെ പുറത്തുള്ള അവരുടെ അധീശത്വത്തെ കൃത്യമായി അരക്കിട്ടുറപ്പിക്കുവാനുള്ള അവരുടെ വ്യവഹാരത്തിൽ ഏറ്റവും പ്രധാനമായി ഭവിക്കുന്നത് ഭൂതകാലം എന്ത് എന്ന നിർണയത്തിലാണ്, ഭൂതകാലം എന്ത് എന്ന വ്യാഖ്യാനത്തിലാണ്. ആ അർത്ഥത്തിൽ മരിച്ചവർ പോലും ഈ വ്യവസ്ഥയുടെ ഭാഗമായി മാറുന്നു, ആ വ്യവസ്ഥയുടെ വ്യാഖ്യാനങ്ങളായി മാറുന്നു. ആ വ്യാഖ്യാനങ്ങൾ അനുസരിച്ച് സമകാലികതയെ, വർത്തമാനത്തെ കൂടി ചിത്രീകരിക്കുവാനുള്ള ശ്രമം ഉണ്ടാകുന്നു. ശത്രു വിജയിച്ചാൽ മരിച്ചവർക്ക് കൂടി അവനിൽ നിന്നും രക്ഷയില്ല എന്ന ബോധത്തിൽ നിന്നാണ് ചരിത്രപരമായ ഒരു ഭൗതികവാദി ചരിത്രത്തെ സമീപിക്കുന്നത് എന്നതിന്റെ അർത്ഥം ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ടതില്ല. ഒരുപക്ഷെ ഇവിടെ നാം ജീവിക്കുന്നു. അത്തരത്തിലുള്ള പ്രത്യാശയുടെ ചെറു തീപ്പൊരികളെ ഉയർത്തുക എന്ന് പറയുന്നത് വിമോചനത്തിന്, ആ വിമോചനത്തിന്റെ സാധ്യത തുറക്കുക എന്ന് പറയുന്നതിൽ ഉണ്ടാകുന്ന സ്ഥായിയായ ഒരു ബോധം എന്നത് മർദ്ദകമായ വ്യവസ്ഥകൾ ഇന്ന് മാത്രമല്ല മുന്നും ഉണ്ടായിരുന്നു എന്നും മർദ്ദനത്തിന്റെ സാധ്യതകൾ എന്ന് അനന്തകാലം പിന്നോക്കം പോകുന്ന ഒന്നാണ് എന്നും ഇന്നത്തെ വിമോചനത്തിന്റെ സാധ്യത തുറക്കുന്നത് ഇന്നിന്റെ മാത്രമല്ല ഇന്നലെകളുടെ കൂടിയാണ്. ഇന്നത്തെ ശത്രുവിനെ തോൽപ്പിക്കൽ മാത്രമല്ല ഇന്നലെകളുടെ ശത്രുക്കളെ തോൽപ്പിക്കൽ കൂടിയാണ് എന്ന് പറയുന്ന വളരെ വിപുലമായ ഒരു ചരിത്രബോധം അതിനകത്ത് ഉണ്ടാവുകയും ചെയ്യും. ചരിത്രമെഴുത്തിന്റെ ഈ ഒരു രീതി എങ്ങനെയാണ് ചരിത്രം പ്രത്യയശാസ്ത്രപരമായ ഒരു വ്യവഹാരമായി മാറുന്നത് എന്നതിനെ കുറിച്ചാണ് തുടർന്ന് അദ്ദേഹം അന്വേഷിക്കുന്നത്. അതില് ഫ്യൂസ്റ്റൽ ഡി കൊലാൻഷിന്റെ, ചരിത്രകാരനായ ചരിത്ര സൈദ്ധാന്തികനായ കൊലാൻഷിന്റെ ഒരു ഉദ്ധരണിയിൽ നിന്ന് അദ്ദേഹം ആരംഭിക്കുന്നു. ബ്രെക്തന്റെ ഒരു ഉദ്ധരണി അവിടെ നിൽക്കേണ്ടത്, പിന്നീട് അതിലേക്ക് തിരിച്ചു പോകാം. കൊലാൻഷ് ചരിത്രകാരന്മാരോട് പറയുന്നു, നിങ്ങൾ ഒരു കാലത്തെ കുറിച്ചാണ് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, എഴുതാൻ ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ കാലത്തിനു ശേഷം ഉണ്ടായ കാര്യങ്ങളെയൊക്കെ നിങ്ങൾ മായ്ച്ചു കളയുക, മറന്നു കളയുക. ഇറേസ് whatever you know about the rest of history. എന്നിട്ട് ആ കാലത്തെ ആ കാലം മാത്രമായി കാണാൻ ശ്രമിക്കുക. ഇതാണ് ഒബ്ജക്റ്റീവ് ഹിസ്റ്ററിയുടെ, വസ്തുനിഷ്ഠമായ ചരിത്ര എഴുത്തിന്റെ അല്ലെങ്കിൽ ചരിത്ര ശാസ്ത്രത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായ ഒരു ബോധം എന്ന് പറയുന്നത്. പക്ഷെ ഇത്തരമൊരു ചരിത്രം എന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന, ഏകമായി നിൽക്കുന്ന, സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു ഭൂതകാലമുണ്ട് എന്ന ബോധത്തിൽ നിന്നാണ് എന്നതുകൊണ്ട് അത്തരമൊരു ഭൂതകാലം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി വിജയികളുടെ ചരിത്രമെഴുത്തിന്റെ ഭാഗമായി മാത്രം ഉണ്ടാകുന്ന ഒന്നാണ് എന്നും ബോധമുള്ളത് കൊണ്ട് ആണ് ബെന്യാമിൻ പറയുന്നു, ചരിത്രത്തെ അങ്ങനെയല്ല കാണേണ്ടത്. കാരണം ഒരു നിലയ്ക്ക് ചരിത്രം എന്നത് അടിസ്ഥാനപരമായി ഒരു പ്രത്യേക രീതിയിൽ നിർമ്മിച്ചെടുക്കുന്ന ഒരു നിമിഷത്തിന്റെ ദുരന്തബോധത്തിൽ നിന്നും, ഒരു പ്രത്യേക അവസ്ഥയിലെ ദുരന്തബോധത്തിൽ നിന്നും, ദുഃഖത്തിൽ നിന്നുമാണ് ഒരുപക്ഷെ മുൻകാലത്തെ ഒരവസ്ഥയിലേക്കുള്ള തിരിച്ചുപോക്കുണ്ടാവുന്നത് എന്ന് പറയും. ഇതിൽ അദ്ദേഹം ഉപയോഗിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാലത്ത് റോബസ്പിയർ പിന്നീട് പറയുന്നത്, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാലത്ത് റോബസ്പിയറും ആ ഫ്രഞ്ച് വിപ്ലവകാരികളും ഏറ്റവും പ്രധാനമായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ബിംബം എന്ന് പറയുന്നത് റോമിന്റെ ബിംബമായിരുന്നു. ഡെമോക്രസി എന്നുള്ള സാധ്യത വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അർത്ഥത്തിലാണെങ്കിലും റോമില് ആ ഡെമോക്രസിയുടെ ഒരു സാധ്യത ഉണ്ടായിരുന്നു എന്നും അതിനെയാണ് കാർത്തേജ്, തിങ്കിങ് ഓഫ് കാർത്തേജ് എന്നാണ് റോബസ്പിയർ പറയുന്നത്. ടു റീഇൻവെന്റ് കാർത്തേജ്. അതിനെക്കുറിച്ച് ഫ്ലോബർ എന്നുള്ള നോവലിസ്റ്റ് പറയുന്നത്, അങ്ങനെ കാർത്തേജിനെ പുനരുജ്ജീവിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത്തരം ഒരു പുനരുജ്ജീവനത്തിന് ശ്രമിക്കുന്നവൻ എത്ര കണ്ട് ദുഃഖിതനായിരിക്കണം എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ ഇന്ന് നിൽക്കുന്ന ഒരു ദുരന്ത ബോധത്തിൽ നിന്നും
ഇന്നുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു നിരാശബോധത്തിൽ നിന്നും, നിരാശ എന്നതാണോ ദുഃഖം എന്നോ, നിരാശ എന്ന് പറയുമ്പോൾ അതിന് വേറെ സൂചനകളുണ്ട്. ആശയില്ലായ്മയാണ് നിരാശ. പക്ഷെ ഇന്നിനെ സംബന്ധിക്കുന്ന വളരെ സ്ഥായിയായ ഒരു ദുഃഖത്തിൽ നിന്നും, ഒരു ദുരന്ത ബോധത്തിൽ നിന്നുമാണ് ഇന്നലെകളെ കുറിച്ച് നാം ചിന്തിക്കുന്നത്. ആ ഇന്നലെകളിൽ നിന്നും ഒരു സാധ്യത ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നിനെ പുനരെഴുതുവാനായി, വീണ്ടും മുദ്രണം ചെയ്യുവാനായി, പുനർനിർമ്മിക്കുവാനായിട്ടുള്ള ഒരു ഊർജമായി അതിൽ നിന്നും സ്വീകരിക്കുന്നു എന്ന് വരുന്നു. അവിടെയാണ് ഹിസ്റ്റോറിസിസം എന്ന് പറയുന്ന, ഞാനിവിടെ യാന്ത്രിക ഭൗതികവാദം എന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുള്ള ആ ഒരു പ്രത്യേക വ്യവഹാര രീതിയോട് അദ്ദേഹം യോജിപ്പ് രേഖപ്പെടുത്തി. ഒന്നിനൊന്നായി നേരത്തെ കുറച്ച് പുരാവൃത്തകാരനെ പോലെ ഒന്നിനു ശേഷം ഒന്ന് എന്ന രീതിയിൽ സംഭവങ്ങളുടെ പരമ്പരയെ സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ വംശങ്ങളുടെ, രാജാക്കന്മാരുടെ, ഭരണകൂടങ്ങളുടെ ചരിത്രം എഴുതുന്ന ഒരു രീതി, ചരിത്രപരതയുടെ ചരിത്ര രീതി, ആരോടാണ് യഥാർത്ഥത്തിൽ അവരുടെ സഹതാപം എന്ന ചോദ്യം ചോദിക്കുന്നത്? അവരുടെ സഹതാപം, അവരുടെ സിംപതി എന്ന അർത്ഥത്തിൽ അവർ ബന്ധപ്പെട്ട് നിൽക്കുന്നത് അവസാനമായി വിജയികളോട് തന്നെയാണ് എന്ന് വരുന്നത്. എന്താണ് വിജയികളുടെ ചരിത്രം? വിജയികളുടെ ചരിത്രത്തിൽ ഒരു തുടർച്ചയുണ്ട്. എല്ലാ ഭരണാധികാരികളും അവർക്ക് മുന്നേ പോയ ഭരണാധികാരികളുടെ തുടർച്ചക്കാരാണെന്നും ആ ഭരണാധികാരികളെ പോലെ വീണ് കിടക്കുന്നവരെ ചവിട്ടി മെതിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്ന്, ആ ചവിട്ടി മെതിച്ച് മുന്നോട്ട് പോകുന്ന ആ ഒരു പ്രയാണത്തിൽ കൈക്കലാക്കുന്ന കള്ള മുതലുകളാണ്, മോഷണ മുതലുകളാണ്, കൊള്ള മുതലുകളാണ് നാം എന്ന സംസ്കാരം എന്ന് വിളിക്കുന്ന എല്ലാ സാമഗ്രികളും എന്ന് അദ്ദേഹം പറയും. In other words, everything that is considered culture is loot, കൊള്ള മുതലാണ്. ഈ ചരിത്രത്തിന്റെ ഈ പ്രയാണത്തിൽ വീണ് കിടക്കുന്നവരെ, തോറ്റുപോയവരെ ചവിട്ടി മെതിച്ച് മുന്നോട്ട് പോകുന്ന ഈ വിജയികളുടെ ഘോഷയാത്രയിൽ ഓരോ വിജയിയും കൈക്കലാക്കി കൊണ്ടുപോകുന്നത് അതത് കാലത്തെ സംസ്കാരത്തിന്റെ സമ്പന്നതയുടെ സൂചനകളെയാണ്. അത് സ്വന്തമാക്കിക്കൊണ്ട് അതിന്റെ പിന്നീട് വേറെ നിലയ്ക്ക് അതിന്റെ നിർമ്മിതിയെ കുറിച്ച് വോൾട്ടർ ബെന്യാമിൻ പറയുന്നുണ്ട്, മറ്റൊരു നിലയ്ക്ക് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരർത്ഥത്തിൽ ഈ ശത്രു വിജയിച്ചാൽ ഭൂതകാലത്തുള്ളവർ, മരിച്ചവർ പോലും അവനിൽ നിന്നും വിമോചിതനല്ല എന്ന് പറയുന്നതിന് മറ്റൊരു സൂചനയാണ് ഇവിടെ ഉണ്ടാവുന്നത്. നിർമ്മിക്കപ്പെടുന്ന, ഉണ്ടായിത്തീരുന്ന, ക്രിയേറ്റീവായിട്ട് ഉണ്ടായിത്തീരുന്ന എല്ലാ സാംസ്കാരികമായ പ്രയോഗങ്ങളെയും വ്യവഹാരങ്ങളെയും സ്വന്തമാക്കിക്കൊണ്ട്, ഉടമസ്ഥതയിലാക്കിക്കൊണ്ട് വിജയി അതൊരു സംസ്കാരം എന്ന രീതിയിൽ നിർമ്മിച്ചെടുത്തുകൊണ്ട് അതിനെ ഒബ്ജക്ടിഫൈ ചെയ്ത് വസ്തുവൽക്കരിച്ചുകൊണ്ട് അവയെ സംസ്കാര സമ്പന്നതയുടെ സൂചനകളായിക്കൊണ്ട് ഈ ഘോഷയാത്രയിൽ കൊണ്ടുപോകും. ചരിത്രപരമായ ഭൗതികവാദികൾ അതുകൊണ്ട് തന്നെയാണ് ഈ സംസ്കാരത്തിനോട് എപ്പോഴും സംശയദൃഷ്ടിയോടുകൂടി നോക്കുന്നത് അദ്ദേഹം പറയുന്നത്. കാരണം അവിടെ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് അല്ല വാക്ക് ഉപയോഗിക്കുന്നത്, വളരെ വളരെ ശക്തമായിട്ടുള്ള ഒരു വാക്യം അദ്ദേഹം ഉപയോഗിക്കുന്നു. There is not even a document of culture which is not also at the same time a document of barbarity. പരിഷ്കാരത്തിന്റെ, നാഗരികതയുടെ, സംസ്കാരത്തിൻ്റെതായ ഒരു രേഖ പോലുമില്ല, അതേസമയം കാടത്തത്തിന്റെ കൂടി രേഖയായിട്ടുള്ളതല്ലാതെ. സംസ്കാരത്തിന്റെ ക്രിയേഷൻസ് എല്ലാം തന്നെ, സംസ്കാരത്തിന്റെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ അത് നിർമ്മിച്ചവരെ മാത്രമല്ല ആശ്രയിച്ചു നിൽക്കുന്നത്. അവരുടെ കാലത്ത് തന്നെ അജ്ഞാത നാമാതാക്കളായ അനേകം ആളുകളുടെ, അവരുടെ പ്രക്രിയകളുടെ, അവരുടെ അധ്വാനത്തിന്റെ, അവരുടെ ക്രിയാത്മകതയുടെ ഒരു ആകത്തുകയായിട്ടാണ് ഇതുണ്ടായിത്തീരുന്നത്. പക്ഷേ ആ അജ്ഞാത നാമാതാക്കളാകുന്നു എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭക്തൻ അദ്ദേഹത്തിന്റെ കാർണിവാൽ റിബലൈസ് ആൻഡ് ഹിസ് വേൾഡ് എന്നുള്ള പുസ്തകത്തിൽ ആനന്ദ നൃത്തത്തെ കുറിച്ച്, അല്ലെങ്കിൽ കാർണിവാലസ്ക് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ പറയുന്നുണ്ട്. മധ്യകാല യൂറോപ്പിലെ പ്രധാനപ്പെട്ട ഒരു സംഗതി അടിമത്തവും അടിയാളത്വവും കുടികൊണ്ടുവാണിരുന്ന ആ മധ്യകാല യുഗത്തില് കൊല്ലത്തിൽ ഒരു ദിവസം എന്നത് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിന്റെ ദിവസമാണ്. അന്ന് അടിയാളരുടെ ദിവസമാണ്. അത്
അതിനെയാണ് കാർണിവൽ. ഇന്ന് നമ്മൾ കാണുന്ന കാർണിവൽ അല്ല ഈ കാർണിവൽ. ആ കാർണിവലിന്റെ ദിവസത്തില് എല്ലാം തലകീഴാക്കപ്പെടുകയാണ്. അന്ന് അധികാരം തലകീഴാക്കപ്പെടുന്നു, സംസ്കാരം തലകീഴാക്കപ്പെടുന്നു, മൂല്യവ്യവസ്ഥ തലകീഴാക്കപ്പെടുന്നു. പരിപൂർണമായ ആഘോഷത്തിന്റെ ദിവസമാണ്. മദ്യപാനത്തിന്റെയും അമിതമായ ഭക്ഷണത്തിന്റെയും അമിതമായ ലൈംഗികതയുടെയും ഒരു അഴിഞ്ഞാട്ടമായി, ഈ അഴിഞ്ഞാട്ടം എന്നുള്ള വാക്ക് തീർച്ചയായും ഭരണകൂടത്തിന്റെ വാക്കായിരിക്കും. അതിനെ അഴിഞ്ഞാട്ടം എന്ന രീതിയിൽ കാണുന്നു. അവിടെ അന്ന് നിർമ്മിക്കപ്പെടുന്നത്, അന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഏറ്റവും പുതിയ രൂപങ്ങളായി. ഭക്തൻ തന്നെ പറയുന്നുണ്ട്, ഉന്നത സംസ്കാരത്തിൽ മേൽ ശരീര വ്യാപാരങ്ങൾക്കാണ് ഏറ്റവും പ്രാധാന്യം നൽകുന്നത് എന്നുണ്ടെങ്കിൽ, ശിരസ്, മസ്തിഷ്കം, മനസ്സ്, ഹൃദയം എന്നുള്ളതാണെങ്കിൽ, ഈ കാർണിവലിൽ കീഴ്ശരീര വ്യാപാരങ്ങൾക്ക്, ഉദരം, ജനനേന്ദ്രിയം മുതലായ ഈ കീഴ്ശരീരങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഒരർത്ഥത്തിൽ സംസ്കാരത്തിന്റെ സംസ്കാര സമ്പന്നതയെ, സാംസ്കാരികതയെ തന്നെ തലകീഴായി മറിച്ചുകൊണ്ട് വളരെ വ്യത്യസ്തമായ ഒരു സർഗാത്മകതയുടെ സാധ്യതയാണ് അതുണ്ടാകുന്നത്. പക്ഷേ രസകരമായ കാര്യം എന്നത്, അത് കഴിഞ്ഞ് അന്ന് ആ ദിവസം മുഴുവൻ ഒരു 24 മണിക്കൂറിന്റെ ഈ ആഘോഷം കഴിയുമ്പോഴേക്കും പള്ളിമണികൾ അടി തുടങ്ങും. നിരന്തരമായി പള്ളിമണികൾ അടിച്ചുകൊണ്ട് ഇവരെ തിരിച്ചു വിളിക്കുകയാണ്. ഇറ്റ് ഇസ് എ ഡേ ഓഫ് റപ്ചർ. നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥക്കകത്ത്, ഒരു ഓർഡറിനകത്ത് പ്രഷർ കുക്കറിന്റെ ഈ വാൾവ് തുറന്നു വിടുന്ന പോലെ ആ വ്യവസ്ഥക്കകത്ത് ഒരു നിമിഷത്തെ, ഒരു ദിനത്തിന്റെ ആശ്വാസമാണ് നൽകുന്നത്. അത് കഴിഞ്ഞവരെ വ്യവസ്ഥയിലേക്ക് തിരിച്ചു വിളിക്കുകയാണ്. പക്ഷെ ഇതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ പുതിയ സർഗാത്മക സാധ്യതകൾ പിന്നീട് ഉപരി സാഹിത്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉപരി സംസ്കാരം എന്ന് പറയുന്നവ അതിനെ മയക്കി, മെരുക്കി മറ്റൊരു രൂപത്തിലാക്കി സ്വീകരിക്കുന്നു. നമുക്ക് ഇന്ന് സംസ്കാരത്തിന്റെ ഭാഗമായി പരിഗണിക്കപ്പെടുന്ന ഏതൊരു കലാസൃഷ്ടിയാവട്ടെ, കലാരൂപമാവട്ടെ, ഉയർന്നതായി പരിഗണിക്കപ്പെടുന്ന ഏതൊരു കലാരൂപമാവട്ടെ, സാംസ്കാരിക രൂപമാവട്ടെ, അതിന്റെ അടിസ്ഥാനമായ വേരുകൾ അവസാനം പോകുന്നത് ഈ അജ്ഞാത നാമാതാക്കളായ ഈ ആളുകളിലാണ്. അവരിൽ നിന്നും സ്വീകരിച്ച് ഉടമസ്ഥാവകാശം മാറ്റിക്കൊണ്ട് അതിന്റെ സ്വഭാവം പരിവർത്തിപ്പിച്ചുകൊണ്ട് മറ്റൊന്നാക്കി മാറ്റുമ്പോൾ അത് സംസ്കാരമാകുന്നു, ഇത് സംസ്കാരമല്ലാതെയാകുന്നു. ഒരർത്ഥത്തിൽ ബെന്യാമിൻ സൂചിപ്പിക്കുന്നത് തന്നെയാണ്. സംസ്കാരത്തിന്റെ ഏതൊരു വസ്തുവിലായാലും, ഏതൊരു രേഖയിലായാലും, അതിൽ സംസ്കാരത്തിന്റെ മാത്രമല്ല, കാടത്തത്തിന്റെ, ബാർബേറിറ്റി, പിടിച്ചുപറിയുടെ, മോഷണത്തിന്റെ, സ്വന്തമാക്കലിന്റെ, കരസ്ഥമാക്കലിന്റെ, കീഴടക്കലിന്റെ മുദ്രണകൾ കൃത്യമായിട്ടുണ്ട് എന്ന് പറയും. സംസ്കാരത്തിന്റെ ഒരു രേഖ പോലുമില്ല, അതേസമയം കാടത്തത്തിന്റെ കൂടി രേഖയായിട്ടുള്ളതല്ലാതെ. മാത്രമല്ല, ഈ സംസ്കാരത്തിന്റെ അംശങ്ങളെ അതിന്റെ സ്വഭാവത്തിൽ മാത്രമല്ല, അത് കൈമാറുന്ന സ്വഭാവത്തിലുമുണ്ട് ഇതേ രീതി തന്നെ എന്ന് അദ്ദേഹം പറയുന്നത്. സ്വന്തമാക്കലിന്റെ രീതിയിൽ, കാടത്തത്തിന്റെ രീതി. ഇത്രയും പറയുന്നതിൽ നിന്നും വ്യക്തമായി അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്, ഒരർത്ഥത്തിൽ അതിന്റെ സൂചനാതലം എന്നത് ഭൂതകാലം അടിസ്ഥാനപരമായി മൃതമായ ഒന്നല്ല, മറിച്ച് ഇന്നിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന, മിന്നല് പോലെ ഒരാപത്തിന്റെ നിമിഷത്തിൽ മിന്നിമറയുന്ന ഒരു ഓർമ്മ പോലെയാണ് ഭൂതകാലം എന്നുള്ളപ്പോൾ ഒരു വശത്ത്, മറ്റൊരു വശത്ത് ഭൂതകാലത്തിൻ്റെതായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്, നമ്മുടേത് എന്ന് ചിത്രീകരിക്കപ്പെടുന്ന സംസ്കാരത്തിന്റെ അംശങ്ങളൊക്കെ തന്നെയും യഥാർത്ഥത്തിലുള്ള ഭൂതകാലത്തിന്റെ, അല്ലെങ്കിൽ ഇത്തരം ഒരു ആപത്തിന്റെ നിമിഷത്തിൽ നാം കാണുന്ന ഭൂതകാലത്തിൻ്റെതല്ല എന്നും, അടിസ്ഥാനപരമായി കീഴടക്കിയവരുടെ, വിജയികളുടെ ഭൂതകാല ചരിത്രത്തിന്റെ ഭാഗമാണ് എന്നും കാണുമ്പോൾ, അതിൽ നിന്നും വിപരീതമായ മറ്റൊരു ഭൂതകാലത്തിന്റെ കണ്ടെത്തലാണ്, സാധ്യതയാണ് അദ്ദേഹം പറയുന്നത്. ഇത് വളരെ പ്രധാനമാണ് എന്ന് തോന്നുന്നു ഒരർത്ഥത്തിൽ. ഞാൻ ഇന്നത്തെ ഇവിടുത്തെ അവസ്ഥയെക്കുറിച്ച് സൂചിപ്പിക്കുന്നില്ല, അതിന്റെ വായനകൾ നിങ്ങൾക്ക് ആലോചിക്കാം. നമുക്ക് എളുപ്പമാണ് ഭൂതകാലത്തെ പൂർണ്ണമായി നിരസിക്കാൻ. നമുക്ക് എളുപ്പമാണ് ഭൂതകാലത്തിന്റെ വ്യവഹാരങ്ങളെ ഏതെങ്കിലും ഒരു പ്രത്യേക രീതിയിലേക്ക് അടച്ചു വാർത്തുകൊണ്ട് അവയെ നിരസിക്കുക, അവയെ പൂർണ്ണമായി എക്സ്ക്ലൂഡ് ചെയ്യുക എന്നത് എളുപ്പമാണ്. പക്ഷേ ആ എക്സ്ക്ലൂഡ് ചെയ്യുന്നതിൽ, ആ നിരാസത്തിൽ, ഒരു മായ്ച്ചു കളയലിൽ നഷ്ടമാകുന്നത്, അല്ലെങ്കിൽ ഇല്ലാതാക്കപ്പെടുന്നത് കീഴടക്കലിന്റെ ചരിത്രം മാത്രമല്ല,
കീഴടങ്ങാതിരുന്നതിന്റെ ചരിത്രം കൂടിയാണ് എന്ന വാസ്തവം. അധീശത്വത്തിന്റെ ചരിത്രം മാത്രമല്ല, സമരത്തിന്റെ ചരിത്രങ്ങൾ കൂടിയാണ് ഇത് ബാക്കി നിൽക്കുന്നത്. മിണ്ടിയവരുടെ ചരിത്രം മാത്രമല്ല, മിണ്ടാൻ കഴിയാതെ ആക്കപ്പെട്ടവരുടെ ചരിത്രം കൂടിയാണ് എന്ന് ബാക്കി. ഭൂതകാലം എന്നത് ഹോമോജീനസ് ആയിട്ടുള്ള, ഏക രൂപാത്മകമായിട്ടുള്ള, ഒറ്റ രീതിയിൽ മാത്രമുള്ള ഒന്നല്ല എന്നും, ഭൂതകാലത്തിന് അനേകം മുഖങ്ങളുണ്ട് എന്നും, ആ മുഖങ്ങളിൽ ഏത് നാം പുനരുജ്ജീവിപ്പിക്കണം, ഏതിനെ നാം വീണ്ടും റീകോൾ ചെയ്യണം, ഏതിനെ നാം വീണ്ടും റിവൈവ് ചെയ്യണം എന്നത് ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ അടിസ്ഥിതം മാത്രമല്ല, ഭൂതകാലത്തെ റബ്ബിംഗ് എഗൻസ്റ്റ് ദ ഗ്രെയിൻ എന്ന് അദ്ദേഹം പറയുന്നു. ഈ മരത്തിന്റെ വടിവുകളുണ്ടല്ലോ, സാധാരണ ഈ പോളിഷ് ഒന്നും ചെയ്യാത്ത മരം എടുത്തിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഉരസി കഴിഞ്ഞാൽ ഒരു വശത്തേക്ക് ഉരസിയാൽ അത് വളരെ മിനുസമായിരിക്കും. മറുവശത്തേക്ക് ഉരസുമ്പോൾ അതിന്റെ ആ സ്വാഭാവിക വടിവുകൾക്കെതിരെ ഉരസുമ്പോൾ നമ്മുടെ കയ്യിൽ ആര് നിറയ്ക്കും, അല്ലെങ്കിൽ ഒരു ഖരമായ ഫീലിംഗ് ഉണ്ട്. അദ്ദേഹം പറയുന്നത് ഭൂതകാലത്തിനെ ഷുഡ് ബി റബ്ഡ് എഗൻസ്റ്റ് ദ ഗ്രെയിൻ. സ്വാഭാവിക വടിവുകൾക്കെതിരെ ചിന്തയിൽ നീക്കുക. ആശാരിമാര് ചിന്തയിൽ നീക്കുന്നത് ഒരിക്കലും വടിവുകൾക്കെതിരെയല്ല, വടികൾക്ക് അനുസൃതമായിട്ടാണ്. അതിനെതിരെ ചിന്തയിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ആ മരത്തിനകത്തുള്ള നാരുകൾ ഉയർന്നു വരുന്നു, അല്ലെങ്കിൽ കാണപ്പെടാതെ പോകുന്ന, അല്ലെങ്കിൽ അനുഭവവേദ്യമല്ലാതെ നിൽക്കുന്ന, അല്ലെങ്കിൽ സ്വീകാര്യമല്ലാതെ നിൽക്കുന്ന ചില അംശങ്ങൾ അതിൽ ഉയർന്നു പൊന്തി വരുന്നു. ആ പൊന്തി വരലാണ് ബ്രഷിംഗ് ഹിസ്റ്ററി എഗൻസ്റ്റ് ദ ഗ്രെയിൻ. സ്വാഭാവിക വടിവുകൾക്കെതിരെ ചിന്തയിൽ നീക്കലാണ് ഒരു മാർക്സിസ്റ്റ് ചരിത്രകാരന്റെ, ഒരു മാർക്സിസ്റ്റിന്റെ, ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസിന്റെ ദൗത്യം എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഇതുവരെ നഷ്ടപ്പെട്ടതെന്ന് കരുതിയിരുന്ന, നഷ്ടപ്പെടുത്തിയിട്ടുള്ള, കാണാതെയാക്കപ്പെട്ടിട്ടുള്ള ഭൂതകാലത്തിന്റെ അംശങ്ങളെ ഇന്നിന്റെ ഒരു കാഴ്ചയോടുകൂടി ഉണർത്തിക്കൊണ്ടുവരലാണ് ഒരർത്ഥത്തിൽ ആപത്തിന്റെ നിമിഷത്തിൽ, ദുരന്തത്തിന്റെ നിമിഷത്തിൽ എന്ന് പറയുന്ന പോലെ ആണ് ചരിത്രപരമായ ഭൗതികവാദിയുടെ ദൗത്യം എന്ന് പറയുന്നത്. ഇവിടെയാണ് ഒരു നിലയ്ക്ക് അദ്ദേഹം ഇനി ജർമ്മനിയിലെ, യൂറോപ്പിലെ ആ ഒരു പ്രത്യേക കാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യവഹാരം ആരംഭിക്കുന്നത്. ഇത്രയും ഭൂതകാലത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും പറഞ്ഞതിന് ശേഷം വിപ്ലവത്തിന്റെ നിമിഷത്തിൽ എങ്ങനെയാണ് നാം ഈ ചരിത്രത്തെ മനസ്സിലാക്കേണ്ടത്, ഭൂതകാലത്തെ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞതിന് ശേഷം യൂറോപ്പിന്റെ സവിശേഷമായ സാഹചര്യത്തെ അദ്ദേഹം സംബോധന ചെയ്യും. ആ സംബോധന ചെയ്യുന്നതിന് മുൻപ് ഫാസിസത്തിന്റെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേക രൂപകത്തെ അദ്ദേഹം എടുക്കുന്നു. സ്റ്റേറ്റ് ഓഫ് എമർജൻസി എന്ന് പറയും. എപ്പോഴും അതെ, ഭരണകൂടങ്ങൾ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ദ സ്റ്റേറ്റ് ഓഫ് എമർജൻസി. ഞാൻ പറയുന്നത് ഇവിടുത്തെ മുമ്പത്തെ ഒരു എമർജൻസിയെ കുറിച്ചല്ല പറയുന്നത്. സ്റ്റേറ്റ് ഓഫ് എമർജൻസി ഭയങ്കര അടിയന്തരമായിട്ടൊരു അവസ്ഥയാണ് നമുക്ക്. പുറമേ നിന്നുള്ള ആക്രമണങ്ങള്, അകമേ നിന്നുള്ള ഭീഷണികള്, ഭരണകൂടത്തെ അല്ലെങ്കിൽ സ്റ്റേറ്റിനെ തന്നെ കീഴ്മേൽ മറിക്കാൻ സാധ്യമുള്ള ശക്തികള്, ഇത്തരത്തിലുള്ള ഒരു ആകാംക്ഷാഭരിതമായ, ആകപ്പാടെ ആശങ്ക ജനിപ്പിക്കുന്ന, മനുഷ്യർക്ക് വളരെ ഒരർത്ഥത്തില് ഒരു രക്ഷയില്ലായ്മ, സുരക്ഷിതത്വം ഇല്ലാത്ത രീതിയിൽ ഒരു തോന്നൽ ജനിപ്പിക്കുന്ന ഒരവസ്ഥ. ഇത്തരം ഒരു അവസ്ഥയാണ് എന്ന് സ്ഥാപിച്ചെടുക്കൽ ഒരുപക്ഷെ മിക്ക ഭരണകൂടങ്ങളുടെയും, പ്രത്യേകിച്ച് ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ തന്ത്രങ്ങളിൽ ഒന്നാണ് എന്ന് വ്യക്തമാണ്. എന്താണ് ഈ അടിയന്തരാവസ്ഥ എന്നത്? അദ്ദേഹം പറയുന്നു, മർദ്ദിതരുടെ പാരമ്പര്യം നമ്മെ പഠിപ്പിക്കുന്നത്, അത് 8-ലാണ്, നാം ഇന്ന് ജീവിക്കുന്ന അടിയന്തരാവസ്ഥ ഒരു അപവാദമല്ല, അതാണ് നിയമം എന്നതാണ്. ഇവിടെ ഒരു അർത്ഥത്തിൽ ഈ ഒരു അടിയന്തരാവസ്ഥ എന്നത് നിർമ്മിക്കപ്പെട്ട ഒരു സംഗതിയാണ്. മനുഷ്യരെ നിരന്തരം അറ്റ് ദ പോയിന്റ് ഒരു അർത്ഥത്തിൽ സൂചിമുനയിൽ നിർത്തുന്ന ഒരവസ്ഥയിൽ, ആശങ്കാകുലരായി നിർത്തുന്ന അവസ്ഥയിൽ, സ്വന്തം സുരക്ഷിതത്വത്തിന് വേണ്ടി എന്ന ബോധത്തോടു കൂടി സ്വന്തം രക്ഷയെ തന്നെ സാക്രിഫൈസ് ചെയ്യുന്ന, ത്യജിക്കുന്ന ഒരവസ്ഥയിലേക്ക്, സുരക്ഷിതത്വത്തിന് വേണ്ടിയാണല്ലോ നാം പലപ്പോഴും രക്ഷ തന്നെ വേണ്ടാന്ന് വയ്ക്കുന്നത്. സോവറിറ്റി എന്ന് പറയുന്നത് എന്താണ് എന്ന ചോദ്യത്തിന് അകമ്പൻ പിന്നീട് പറയുന്നുണ്ട്. ഇത് വാൾട്ടർ ബെന്യാമിനെ തന്നെ എന്റെ സ്വാധീനത്തിൽ തന്നെയാണ് വരുന്നത്. ദി കൾച്ചർ ഓഫ് വയലൻസ് എന്ന് പറയുന്ന ആ വയലൻസിനെ കുറിച്ചുള്ള, എങ്ങനെയാണ് ഭരണകൂടത്തിന്റെ ഭാഗമായി തന്നെ അക്രമം എന്നത് ഭരണകൂടത്തിന്റെ ഭാഗമായി മാറുന്നത് എങ്ങനെ എന്ന അകമ്പൻ കുറെ ഈ വാൾട്ടർ ബെന്യാമിന്റെ സ്വാധീനത്തിൽ തന്നെ കൺസിഡർ ചെയ്യുന്നു. വാൾട്ടർ ബെന്യാമിൻ തന്നെ വയലൻസിനെ കുറിച്ച് വേറൊരു സാഹചര്യത്തിൽ പറയുകയും ചെയ്യുന്നു.
അതിൽ ഭരണകൂടത്തിന്റെ വയലൻസിന്റെ സാധൂകരണമായി തീരുന്നത് ഈ ഒരു അടിയന്തരാവസ്ഥയാണ്. എപ്പോഴും അടിയന്തരമായി നിൽക്കുന്ന, എന്തു വേണമെങ്കിലും സംഭവിക്കാമെന്ന സംഭ്രമാത്മകമായിട്ടുള്ള ഒരവസ്ഥ ഉണ്ട്, സംജാതമായിട്ടുണ്ട് എന്ന തോന്നൽ നിർമ്മിച്ചെടുക്കുന്നതിലൂടെ കൃത്യമായ മർദ്ദനത്തിന്റെ, അക്രമത്തിന്റെ, കാരാഗൃഹത്തിന്റെ, പ്രിസൺ കൾച്ചർ എന്ന് പറയുന്നത് നിർമ്മിച്ചെടുക്കാനുള്ള സാധ്യത. അതിന് മറുപടിയായി അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു അടിയന്തരാവസ്ഥ ഉണ്ടാക്കിയെടുക്കലാണ് ആവശ്യം. ക്രിയേറ്റ് എ ക്രൈസിസ്. കൃത്യമായി ഒരു അടിയന്തരാവസ്ഥ ഉണ്ടാക്കിയെടുക്കലാണ് നമുക്ക് വേണ്ടത് എന്ന് പറയും. ഇവിടെയാണ് ഫാസിസത്തോടുള്ള നമ്മുടെ നിലപാടിന്റെ, അല്ലെങ്കിൽ ഇക്കാലത്തെ നിലപാടിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഗൗരവമായ വിമർശനം ഉണ്ടാക്കിയത്. ഫാസിസത്തിനെതിരെയുള്ള സമരത്തിൽ പലപ്പോഴും വളരെ അത്ഭുതത്തോടുകൂടി അന്നുള്ളവർ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ജനാധിപത്യം 16-ാം നൂറ്റാണ്ട് തൊട്ട് 15-ാം നൂറ്റാണ്ട് തൊട്ട് വികസിച്ചു വരികയും റെപ്രസെന്റേഷൻ ഡെമോക്രസി എന്ന് പറയുന്നത് വികസിച്ചു വരികയും ഒരർത്ഥത്തിൽ ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയ്ക്ക് അകത്ത് തന്നെ അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് പോസിബിൾ ആണ്, അത് കൂടുതൽ കൂടുതൽ പരിഷ്കൃതമായി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ആണ് ഹിറ്റ്ലറും മുസോളിനിയും ഫ്രാങ്കോവും യൂറോപ്പിലുണ്ടാകുന്നത്. അന്ന് പലരും ചോദിച്ച ചോദ്യമാണ്, ഈ 20-ാം നൂറ്റാണ്ടിലും ഇത് സാധ്യമാണോ? ഈവൻ ഇൻ ദിസ് 20th century, ഈ 20-ാം നൂറ്റാണ്ടിലും മനുഷ്യൻ ഇത്ര പുരോഗമിച്ചിട്ടും ആധുനികതയുടെ സാധ്യതകൾ, സ്വാതന്ത്ര്യത്തിന്റെ സാധ്യതകൾ, സ്വയം നിർണയം എന്ന് പറയുന്നതിന്റെ സാധ്യതകൾ ഇത്ര കണ്ട് പുരോഗമിച്ചിട്ടും ഇന്നും ഇത് സാധ്യമാണോ? ഇസ് ഇറ്റ് സ്റ്റിൽ പോസിബിൾ ഇൻ ദ 20th century എന്ന ചോദ്യം, ഇന്നും ഇത് സാധ്യമാണോ? നാം ഇവിടെ ചോദിക്കുന്നു, 21-ാം നൂറ്റാണ്ടിൽ ചോദിക്കുന്നു. ചോദ്യങ്ങൾ തുടരുന്നു. ഇന്നും സാധ്യമാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം അരിസ്റ്റോട്ടലിലേക്ക് തിരിഞ്ഞു പോയിക്കൊണ്ടാണ് അദ്ദേഹം അതിന് മറുപടി പറയുന്നത്. ഇതൊരു ആശ്ചര്യമല്ല. കാരണം അരിസ്റ്റോട്ടൽ പറയുന്നത് എല്ലാ ജ്ഞാനത്തിന്റെയും ആരംഭം, മെറ്റഫിസിക്സില് എല്ലാ ജ്ഞാനത്തിന്റെയും ആരംഭം എന്നത് ഇസ് വണ്ടർ, സർപ്രൈസ്. വണ്ടറിന് ചോദ്യം, വണ്ടർ, ആശ്ചര്യം. സർപ്രൈസ് അല്ല, വണ്ടർ, ആശ്ചര്യം, അത്ഭുതത്തിൽ നിന്നാണ്. ഇതെന്താണ് ഇങ്ങനെ എന്നുള്ള ആ ചോദ്യത്തിൽ നിന്നാണ് എല്ലാ ജ്ഞാനവും ആരംഭിക്കുന്നത്. പക്ഷെ ഈ ആശ്ചര്യം ജ്ഞാനത്തിന്റെ ആശ്ചര്യമല്ല അദ്ദേഹം പറയുന്നു. അല്ലെങ്കിൽ ഈ ആശ്ചര്യം ഉണ്ടാക്കുവാൻ ഉറവിടമായി തീർന്ന ചരിത്ര വീക്ഷണത്തെ തന്നെ ചോദ്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ആശ്ചര്യം ജ്ഞാനം നിർമ്മിക്കുന്ന ഒന്നല്ല എന്ന് പറയും. എന്താണ് അതിന് കാരണം? ഇതിനകത്ത് നിൽക്കുന്ന രേഖീയമായ ഒരു ചരിത്രബോധം. ആ രേഖീയമായ ചരിത്രബോധത്തിൽ ഈ ആശ്ചര്യത്തിന് പിന്നിൽ നിൽക്കുന്നത് എന്താണ്? രേഖീയമായ ചരിത്രബോധത്തിന്റെ ഭാഗമായി പടിപടിയായി ഒന്നിനു ശേഷം ഒന്ന് എന്ന രീതിയിൽ പുരോഗതിയിലേക്ക് പോകുന്ന മനുഷ്യരാശിയുടെ ഒരു പ്രയാണത്തിൽ സ്വാഭാവികമായും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെ സാധ്യതകൾ കൂടുതൽ 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 വികസിക്കുകയും മനുഷ്യന്റെ ലീന സാധ്യതകളുടെ നിർദ്ധാരണം എന്ന് പറയുന്നത് കൂടുതൽ കൂടുതൽ വികസിക്കുകയും ചെയ്യുന്ന ഒരു പ്രയാണത്തിൽ ഇത്തരം ഒരു ഭ്രംശം വരിക എന്നത് ആശ്ചര്യമാണ് എന്നതാണ് ഇവിടെ പ്രധാനമായി. That it is still possible in this progression, in this linear move from a state of backwardness to a state of progress. പിന്നോക്കാവസ്ഥയിൽ നിന്നും മുന്നോക്കാവസ്ഥയിലേക്കുള്ള പുരോഗതിയിലേക്കുള്ള ഒരു ലീനിയർ ആയിട്ട് രേഖീയമായ ഒരു പുരോഗതിയിൽ പെട്ടെന്ന് ഇത്തരം ഒരു ഭ്രംശം വരുന്നത് എന്തുകൊണ്ട് എന്നതാണ് ഈ ആശ്ചര്യത്തിന്റെ നിദാനം. ബെന്യാമിന്റെ വിമർശം പോകുന്നത് ഈ ആശ്ചര്യമല്ല, ഈ രേഖീയമായ ഒരു പുരോഗതിയെ കുറിച്ചുള്ള ബോധത്തിനെയാണ് നാം ഗൗരവമായി വിമർശിക്കേണ്ടത്. കാരണം അത്തരൊരു ബോധത്തിൽ നിന്നുമാണ് ഈ ആശ്ചര്യം ഉണ്ടാകുന്നത്. ആ ആശ്ചര്യം മാറണം എന്നുണ്ടെങ്കിൽ അത്തരമൊരു ബോധത്തെ തന്നെ നാം ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവിടെയാണ് ഒരുപക്ഷെ ഈ പ്രബന്ധത്തിലെ ഒരു വളരെ പോയറ്റിക് ആയിട്ടുള്ള മൂമെന്റ് വരുന്നത്. അടുത്ത 9ാമത്തെ ഖണ്ഡികയിൽ പോൾ ക്ലീയുടെ ചിത്രത്തെ ഏഞ്ചലസ് നോവസ്, ദ ന്യൂ ഏഞ്ചൽ എന്ന് പറയുന്നതിന്റെ ആ ചിത്രം ഉപയോഗിച്ച് ദ ഏഞ്ചൽ ഓഫ് ഹിസ്റ്ററി, ചരിത്രത്തിന്റെ മാലാഖ എന്ന് പറയുന്ന ആ ചിത്രം അദ്ദേഹം വാക്കുകളാണ് വരയ്ക്കുന്നത്. ചിത്രം ഞാൻ കൊണ്ടുവരണം വിചാരിച്ചിരുന്നത് പോൾ ക്ലീയുടെ അതിന്റെ പിറകിൽ ഒരു ചരിത്രമുണ്ട്. ഞാൻ ആ ഫുട്ബോളിൽ കൊടുക്കുന്നത് വാൾട്ടർ ബെന്യാമിന്റെ സ്വന്തം കളക്ഷനിൽ ഉണ്ടായിരുന്ന ഒന്നായിരുന്നു. പിന്നീട് ഗെർഹാർഡ് ഷോളത്തിന് കൊടുത്തു. അത് പിന്നീട് തിയഡോർ അഡോണോവിന്റെ കയ്യിലെത്തുന്നു. പിന്നീട് തിരിച്ച് ഗെർഹാർഡ് ഷോളത്തിന്റെ കയ്യിലെത്തുന്നു. അത് ഇന്ന് ഇപ്പോ ജെറൂസലേമിലെ ജൂയിഷ് മ്യൂസിയത്തിൽ അത് സൂക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ ചിത്രം എന്ന് പറയുന്നത് ഒരു ബാലനെ പോലെ തോന്നിക്കുന്ന, പോൾ ക്ലീയുടെ ചിത്രങ്ങൾ പരിചയമുള്ളവർക്കറിയാം, അത് വളരെ ഫിഗറേറ്റീവ് അല്ല പോൾ ക്ലീയുടെ ചിത്രങ്ങൾ.
രേഖാചിത്രങ്ങൾ ഒരു മോണോപ്രിന്റ് പോലെ വരച്ചിരിക്കുന്നതാണ്. അതിൽ മുമ്പോട്ട് നോക്കുന്ന ഈ മാലാഖയുടെ ചിത്രത്തിനെ അദ്ദേഹം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: താൻ ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്ന എന്തോ ഒന്നിൽ നിന്നും പിന്നോട്ടകന്നു പോകാൻ ഒരുമ്പെടുന്ന ഒരു മാലാഖ. അവന്റെ കണ്ണുകൾ തുറച്ചു നോക്കുന്നു, വായ തുറന്നിരിക്കുന്നു, ചിറകുകൾ പടർത്തിയിരിക്കുന്നു. ഇങ്ങനെയാണ് ചരിത്രത്തിന്റെ മാലാഖയെയും നമുക്ക് സങ്കല്പിക്കാനാവുന്നത്. അവന്റെ മുഖം ഭൂതകാലത്തേക്ക് തിരിഞ്ഞിരിക്കുന്നു. നാം സംഭവങ്ങളുടെ ഒരു ശൃംഖല കാണുന്നിടത്ത് അവൻ ഒരു മഹാദുരന്തം കാണുന്നു. ആ ദുരന്തമാകട്ടെ തകർന്ന അവശിഷ്ടങ്ങൾക്കുമേൽ തകർന്ന അവശിഷ്ടങ്ങൾ കുമിച്ചുകൂട്ടി അവന്റെ കാൽക്കീഴിലേക്ക് വലിച്ചെറിയുന്നു. മാലാഖയ്ക്ക് ഇനിയും അവിടെ തങ്ങണം എന്നുണ്ട്. മരിച്ചവരെ ഉണർത്തി തകർക്കപ്പെട്ടതിനെ വീണ്ടും കൂട്ടിച്ചേർത്ത് പൂർണ്ണം ആക്കണമെന്നുണ്ട്. പക്ഷേ പറുദീസയിൽ നിന്നൊരു കൊടുങ്കാറ്റ് വീശുന്നു. അതവന്റെ ചിറകുകൾക്കകത്തേക്ക് കൊടിയ കരുത്തോടെ പ്രവേശിക്കുന്നു. അതിന്റെ തീക്ഷ്ണത കാരണം ഇനി ആ ചിറകുകൾ അവൻ അടയ്ക്കാൻ കഴിയില്ല. ചെറുക്കാനാവാത്ത വിധം ആ കൊടുങ്കാറ്റ് അവൻ പുറകെ തിരിച്ചിരിക്കുന്ന ഭാവിയിലേക്ക് അവനെ ചുഴറ്റിയെറിയുന്നു. അപ്പോഴും അവന് മുന്നിൽ കുമിഞ്ഞുകൂടുന്ന അവശിഷ്ടങ്ങൾ വാനിലേക്ക് ഉയരുന്നു. ഈ കൊടുങ്കാറ്റിനെ നാം പുരോഗതി എന്ന് വിളിക്കുന്നു. ഇത് വിശദീകരിക്കാൻ എനിക്ക് കരുത്തില്ല. ഇത് അതിനേക്കാളും കൂടുതൽ വിശദീകരിക്കാൻ പറ്റില്ല. അതായത് അത്ര ഒരു പോളിറ്റിക് ആയിട്ടൊരു ഇമേജാണ്. പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഈ ഭാവിയിലേക്ക് പുറകെ തിരിച്ചിരിക്കുന്ന ഒരു മാലാഖയാണ്. എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കാണാൻ കഴിയാത്ത ഒരു മാലാഖയാണ്. കാണുന്നതോ മുൻപിൽ കാണുന്നതോ കഴിഞ്ഞു പോയതാണ് മുൻപിൽ കാണുന്നത്. ആ കഴിഞ്ഞു പോയതാകട്ടെ ആ മാലാഖയ്ക്ക് മുന്നിൽ അവശിഷ്ടങ്ങൾക്ക് മേൽ അവശിഷ്ടങ്ങൾ കുമിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അതാണ് ചരിത്രം, അതാണ് ഭൂതകാലം. ആ മാലാഖയ്ക്ക് അവിടെ നിന്ന് ഇത് വീണ്ടും നേരെയാക്കണമെന്നുണ്ട്. ഈ അക്രമത്തെ വീണ്ടും തിരുത്തി എഴുതിക്കൊണ്ട് ആ ഭൂതകാലത്തിന്റെ അവശിഷ്ടങ്ങളെ കൂട്ടിച്ചേർക്കണം, മരിച്ചവരെ വീണ്ടും ഉയർത്തണമെന്നുണ്ട്. പക്ഷെ പറ്റില്ല. കാരണം പറുദീസയിൽ നിന്നുള്ള കാറ്റ് ആ ചിറകുകൾക്കകത്ത് പെട്ടുകൊണ്ട് അവൻ നിസ്സഹായനായി പിന്നാക്കം പോവുകയാണ്. ഭാവിയിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്കെങ്ങനെ അറിയാം? ചരിത്രത്തിന്റെ മാലാഖയ്ക്ക് പോലും അറിയാത്ത പുറംതിരിച്ചിരിക്കുന്ന ഒരു ഭാവിയിലേക്ക് ചുഴറ്റി അറിയപ്പെടുന്ന ആ മാലാഖ, അതിനെ നാം പുരോഗതി എന്ന് വിളിക്കുന്നു. ഈ പുരോഗതി എന്നത് ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടീലിയോളജിയിൽ നിന്നുമുള്ള വ്യത്യാസം വരുന്നത്. അന്ത്യമാത്ര യുക്തിയിൽ നിന്നുള്ള വിച്ഛേദം ഉണ്ടാകുന്നത്. ടീലിയോളജിയുടെ സങ്കല്പം എന്ന് പറയുന്നത് കൃത്യമായി നിർണയിക്കപ്പെട്ട, മുൻകൂട്ടി കരുതപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ മുന്നേ വാഗ്ദാനം ചെയ്യപ്പെട്ടു കഴിഞ്ഞിട്ടുള്ള ഒരു പുണ്യഭൂമിയിലേക്ക്, ഒരു ഭൂമികയിലേക്കുള്ള പ്രയാണമാണ് മനുഷ്യ ചരിത്രമെന്നും അതിന്റെ ഓരോ പടിയും ആ അന്ത്യത്തിലേക്കുള്ള അടുക്കലാണ്, ഓരോ പടി അടുക്കലാണ് എന്ന് പറയുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ടു ദാറ്റ് പെർട്ടിക്കുലർ ടീലോസ്, ആ അന്ത്യത്തിലേക്ക് എത്തുന്ന ഒന്നായി ഇതിനെ കണക്കാക്കുന്ന രീതി. അത്തരം ഒരു ടീലിയോളജി സാധ്യമല്ലാതെ ആക്കുന്ന, എന്നാണോ ഈ കൊടുങ്കാറ്റിനെ എനിക്ക് പിടിക്കാൻ കഴിയുന്നത്, ഈ കൊടുങ്കാറ്റിനെ മെരുക്കാൻ കഴിയുന്നത്, മറ്റൊരു രീതിയിൽ ഭാവിയെ അല്ല നാം കാണുന്നത്, ഭൂതകാലത്തെയാണ് കാണുന്നത് എന്ന് പറയുന്ന വളരെ വ്യത്യസ്തമായ ഒരു ദർശനം ഇതിനകത്ത് വരുന്നു. ആ ഒരു ദർശനം എന്നത് നേരത്തെ പറഞ്ഞ പോലെ the raw material that we are working with is that of the past. We have no other raw material. നമുക്ക് നമ്മുടെ കയ്യിൽ പ്രവൃത്തിയുടെ പ്രയോഗത്തിന്റെ സാധ്യതകളായി നിൽക്കുന്നത്, അതിന്റെ സാമഗ്രികളായി നിൽക്കുന്നത് ഭൂതകാലത്തിന്റെ സാമഗ്രികൾ മാത്രമാണ്. ഭാവി എന്ത് എന്ന് നമുക്ക് അറിയുക, കൃത്യമായി നിർണയിക്കുക എന്നത് അസാധ്യമാണ്. ഒരു വ്യാഖ്യാതാവ് രസകരമായി പറഞ്ഞിട്ടുള്ളൊരു കാര്യം ബെന്യാമിന്റെ ഈ ഒരു ദർശനത്തെ കുറിച്ച്, this is an apology for Marxism എന്ന് വേറെ രീതിയിൽ പറയും. കാരണം രസകരമായ കാര്യം, മാർക്സിന്റെ കൃതികളിൽ വിപ്ലവശേഷം, പ്രത്യേകിച്ച് ദി പ്രൊളറ്റേറിയൻ ആധിപത്യത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിയെ കുറിച്ച് വളരെ 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 കുറച്ച് മാത്രമേ പറയും. അതും തികഞ്ഞ കാവ്യാത്മകതയോടുകൂടി. Let 1,000 flowers bloom, from each according to his ability, to each according to his need എന്ന് പറയുന്ന ഒരർത്ഥത്തിൽ രൂപകങ്ങൾ ഉപയോഗിച്ച് മാത്രം പറയുന്ന, കൃത്യമായി വ്യവച്ഛേദിക്കപ്പെടാത്ത, കൃത്യമായി നിർണയിക്കപ്പെടാത്ത
ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടൊരു വിഷൻ എന്ന രീതിയിലാണ്. ഈ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള വിഷൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ പിന്നീട് ബെന്യാമിൻ തന്നെ പറയുന്ന ഈ ജുദായിക് ട്രഡീഷനകത്ത് ഭാവിയെ പ്രവചിക്കുക എന്ന് നിരോധിച്ചിരുന്നത് കൊണ്ടും, മറ്റൊരു നിലയ്ക്ക് ഈ ഭാവിയുടെ പ്രവചനം എന്ന് പറയുന്നത് മറ്റൊരു രീതിയിലുള്ള ഒരു 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 അപബോധം സൃഷ്ടിക്കുന്നതിന്റെ രീതി ആയിരിക്കും എന്നതുകൊണ്ടും, ദൈവശാസ്ത്രത്തിന്റെ വേറൊരു രൂപാന്തരമായിരിക്കും എന്നതും കൊണ്ടായിരിക്കാം അത്തരത്തിലുള്ള കേവലം പോയറ്റിക് മെറ്റഫേഴ്സ് ഉപയോഗിച്ച് മാർക്സിന്റെ ഫൈനൽ കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിയെ കുറിച്ചുള്ള സങ്കല്പം വരുന്നത്. അതിന്റെ ഒരു അതര് സ്വീകരിച്ചുകൊണ്ടായിരിക്കാം ഇവിടെ ബെന്യാമിനും പുറകിലാണ് ഭാവി എന്ന് പറയുന്നത് ഏഞ്ചൽ ഓഫ് ഹിസ്റ്ററിയെ കുറിച്ചുള്ള ഒരു ബോധം. ഭൂതകാലമാണ് നമ്മുടെ മുൻപിലുള്ളത്, ഭാവി എന്നത് നമ്മുടെ പിന്നിലാണ്, കാണാൻ കഴിയാത്ത ഒരു പ്രദേശമാണ്. ഇതിനു ശേഷമാണ് അദ്ദേഹം സോഷ്യൽ ഡെമോക്രാറ്റുകളുടെ, ജർമ്മനിയിലെ സോഷ്യൽ ഡെമോക്രസി എന്നുള്ളത് തത്തുല്യമായി ഇവിടെ എന്താണ് എന്ന് നമുക്ക് ചിന്തനീയമാണ്. ഏതായാലും സോഷ്യൽ ഡെമോക്രസിയുടെ രീതികളെ കുറിച്ചുള്ള കടുത്ത വിമർശനം അദ്ദേഹം ഇവിടെ ഉപയോഗിക്കുന്നു. സോഷ്യൽ ഡെമോക്രസിയിൽ പ്രധാനമായി വരുന്ന ചരിത്രമെഴുത്തിനെ കുറിച്ചുള്ള സങ്കല്പവും അതിൻ്റെ ഒരു രീതിശാസ്ത്രവും ആ കാലത്ത് എങ്ങനെയാണ് ആ കാലഘട്ടത്തെ തന്നെ സോഷ്യൽ ഡെമോക്രസി കാണാൻ ശ്രമിച്ചത് എന്നും പറയുന്ന ചില ഭാഗങ്ങളെ കുറിച്ച്, അവരുടെ നിലപാടുകളെ കുറിച്ചാണ് അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നത്. പ്രധാനമായും 3 കാര്യങ്ങളെ വാൾട്ടർ ബെന്യാമിൻ സൂക്ഷ്മതയോടെ എടുത്തു കാട്ടുന്നു. അത് ഖണ്ഡികകൾ 10 തൊട്ട് 13 വരെയുള്ള ഭാഗങ്ങളിലാണ്. 1, പുരോഗതിയിലുള്ള വിശ്വാസം. 2, ബഹുജനാടിത്തറയിലുള്ള അവരുടെ ആത്മവിശ്വാസം. 3, കൃത്യമായ ഒരു ഉപകരണ വ്യവസ്ഥയിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു രീതി സോഷ്യൽ ഡെമോക്രസി. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഒരു ചരിത്രം ഇവിടെ വളരെ പ്രധാനമാണ്. കാരണം ഒരു വിപ്ലവ സംഘടന എന്ന രീതിയിൽ രൂപീകൃതമായ SDP, ജർമ്മൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി, SDP എന്ന് പറയുന്നത് ഒരു വിപ്ലവ സംഘടനയായി രൂപീകൃതമായി എന്നുണ്ടെങ്കിലും സാവകാശം അതിന്റെ നിലപാടുകളിലും സമീപനങ്ങളിലും കാതലായ മാറ്റങ്ങൾ ഉണ്ടാവുകയും വിപ്ലവത്തിലൂടെ സോഷ്യലിസം കരസ്ഥമാക്കുക എന്ന ഒരു സമീപനത്തിൽ നിന്നും പടിപടിയായിട്ടുള്ള ജനാധിപത്യപരമായ ഭരണകൂടവുമായുള്ള ഒത്തുചേരലിലൂടെ, ചർച്ചകളിലൂടെ, അവരുമായിട്ടുള്ള നെഗോഷിയേഷൻസിലൂടെ പടിപടിയായി സോഷ്യലിസത്തിലേക്ക് എത്തുന്ന ഒരു സാധ്യത എന്ന ബോധവുമാണ് സോഷ്യൽ ഡെമോക്രസിയിൽ വരുന്നത്. അതിന്റെ ഭാഗമായി ഗോത്ത പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു നയപരിപാടി അവർ ഇറക്കുകയുണ്ടായി. അതിനെ മാർക്സ് വളരെ നിഷ്കൃഷ്ടമായി അതിനെ, അല്ലെങ്കിൽ കർക്കശമായി അതിനെ വിമർശിക്കുകയും ചെയ്തു. ഇറ്റ്സ് എ റിവിഷനിസ്റ്റ് ഇൻഎഫക്റ്റീവ് പ്രോഗ്രാം. കാരണം ആ ഗോത്ത പരിപാടിയിൽ പ്രധാനമായും മുന്നോട്ട് വെച്ചത് വിപ്ലവകരമായ ഒരു മാറ്റത്തിന്റെ സാധ്യത എന്നത് പൂർണ്ണമായി തിരിച്ചുകൊണ്ട് തൊഴിലാളികളുടെ ആരോഗ്യത്തിന്റെയും തൊഴിലാളികളുടെ അവകാശങ്ങളെയും കുറിച്ചുള്ള ബേസിക് ആയിട്ട് കൃത്യമായി എത്ര നേരം ഒരു ദിവസം ജോലിയെടുക്കാം, എത്ര മണിക്കൂർ ജോലിയെടുക്കാം, ഒരാഴ്ചയിൽ എത്ര ദിവസം ജോലിയെടുക്കാം മുതലായതിനെ കുറിച്ചുള്ള നിയന്ത്രണങ്ങൾ, അവർക്ക് ജോലി സ്ഥലത്ത് കിട്ടേണ്ട വേതനം, സുരക്ഷ മുതലായിട്ടുള്ള കാര്യങ്ങൾ, ഇത്തരത്തിൽ വളരെ ലിമിറ്റഡ് ആയിട്ടൊരു പ്രോഗ്രാമാക്കി വിപ്ലവം, മാറ്റം, പരിവർത്തനം എന്ന് പറയുന്നത് വളരെ സെക്കൻഡറി ആയ, 2ാം പ്രാധാന്യം മാത്രമുള്ള ഒന്നായി ചുരുക്കുകയും മറ്റൊരു രീതിയിൽ ഒരു ക്യാപിറ്റലിസ്റ്റ് വ്യവഹാരത്തിന്റെ, സാമൂഹിക വ്യവഹാരത്തിന്റെ, ബൂർഷ്വാ പാർലമെന്ററി വ്യവഹാരത്തിനകത്ത് നിന്നുകൊണ്ടുള്ള ഒരു പ്രയോഗ മാതൃക ഉണ്ടാക്കിയെടുക്കുകയുമാണ് ഗോത്ത പ്രോഗ്രാമിൽ കാണുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് മാർക്സ് അതിന് റിവിഷനിസ്റ്റ് ആൻഡ് ഇൻഎഫക്റ്റീവ് എന്ന് പറയുന്നത്. സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി സാവകാശം ഇത്തരത്തിൽ മാറുകയും മാർക്സിന്റെ വിമർശനം ഉണ്ടായപ്പോഴും അതിൽ ഒട്ടും ആശങ്കാകുലരാകാതെ ആ നയപരിപാടി തുടരുകയും കുറച്ചു കഴിഞ്ഞ് വെയ്മാർ റിപ്പബ്ലിക് എന്ന ആ ഒരു ഗവൺമെന്റ് രൂപീകരണത്തിൽ അതിൽ കോalition, അതിന്റെ സഖ്യകക്ഷിയാവുകയും കുറച്ചു കാലം ഭരണകൂടത്തിലിരിക്കുകയും 1936 ഫാസിസ്റ്റ് ഭരണകൂടം ഹിറ്റ്ലർ വരുന്നതോടുകൂടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി നിരോധിക്കപ്പെടുകയും ചെയ്തു. സ്വാഭാവികമായ അന്ത്യം എന്നുള്ളത്. ഞാൻ അതിന്റെ സമാധാനങ്ങളൊന്നും ഇവിടെ വായിക്കാൻ ശ്രമിക്കുന്നില്ല, അത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. പക്ഷേ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഈ ഒരു രീതി എന്നത്
പ്രധാനമായും അവരുടെ സമീപനത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം എന്നത് ഒന്ന് പുരോഗതി എന്നത്. അത് ടെക്നിക്കൽ, സയന്റിഫിക്, ടെക്നോളജിക്കൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ അതിൽ നിന്നും ഉണ്ടാകുന്ന ഒരു പുരോഗതിയെ കുറിച്ചുള്ള ഒരു ബോധമാണ്. അതിൽ ബെന്യാമിൻ പറയുന്നുണ്ട്, സോഷ്യൽ ഡെമോക്രസിയുടെ പുരോഗതി എന്ന് പറയുന്നത് മാനവരാശിയുടെ മുഴുവൻ പുരോഗതിയായി, സാർവലൗകികമായ ഒരു പുരോഗതിയായാണ് സങ്കല്പിക്കപ്പെടുന്നത് എന്ന്. അതിനകത്ത് ആർക്ക് പുരോഗതി ഉണ്ടാകുന്നു, ആർക്ക് നഷ്ടമുണ്ടാകുന്നു എന്ന ചോദ്യങ്ങൾ ചോദിക്കപ്പെടാതെ പോവുകയും ആ പുരോഗതിക്കകത്ത് ഏതു രീതിയിലാണ് തൊഴിലാളി വർഗത്തിന്റെ സാധ്യതകൾ കൂടുതൽ പുലിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ കൂടുതൽ സാധ്യതകൾ ഉണ്ടാക്കി തീർക്കുന്നത് എന്ന ചോദ്യം ചോദിക്കപ്പെടാതെ പോവുകയും ചെയ്യുന്നു എന്നൊന്ന് പറയും. രണ്ടാമത്, ഈ പുരോഗതിയുടെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അധ്വാനത്തിനെ കാൽപ്പനികവൽക്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അധ്വാനം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെർച്യു, മൂല്യം എന്നത്. ഈ അധ്വാനം എന്നത് മറ്റു ഏത് രക്ഷകൻ നേടിത്തരുന്നതിനേക്കാൾ കൂടുതൽ അപ്പുറമുള്ള വിമോചനം നമുക്ക് നേടിത്തരും എന്ന രീതിയിൽ ഡീറ്റ്സ്കീൻ ഒക്കെ പറയുന്ന ചില വാചകങ്ങൾ ഇദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ഡീറ്റ്സ്കീന്റെ കഥ വളരെ രസകരമായി. ഇത് കൃത്യമായി വൾഗർ മാർക്സിസം എന്ന് വിളിക്കാവുന്ന, ബുദ്ധിശൂന്യ മാർക്സിസം എന്ന് വിളിക്കാവുന്ന, ഇവിടെ ഒരു പുസ്തകം പണ്ടിറങ്ങിയിട്ടുണ്ട്, മന്ദബുദ്ധികളുടെ മാർക്സിസം എന്ന് പറഞ്ഞൊരു പുസ്തകം പ്രകാശിപ്പിക്കപ്പെടുന്നുണ്ട്. അതേപോലെ വൾഗറായിട്ടുള്ള മാർക്സിസത്തിന്റെ വിമർശനമാണ്. ഡീറ്റ്സ്കീൻ എന്ന തത്വചിന്തകൻ ഇൻ ഇൻവേർട്ടഡ് കോമാസ് മാർക്സിന്റെ സിദ്ധാന്തങ്ങളെ തൊഴിലാളികൾക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തതുകൊണ്ട് തൊഴിലാളി വർഗത്തിന്റെ മാർക്സ് എന്ന പേര് നേടിയിട്ടുള്ള ഡീറ്റ്സ്കീൻ പിന്നീട് അദ്ദേഹത്തിന്റെ നാച്ചുറൽ ഫിലോസഫി എന്നുള്ള പുസ്തകം പ്രസിദ്ധീകരിക്കുകയും അത് മാർക്സിന് കയ്യെഴുത്ത് പ്രതിയായിട്ട് അത് അയച്ചു കൊടുക്കുകയും അതിനെക്കുറിച്ച് മാർക്സ് വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ പുസ്തകം, ഈ കയ്യെഴുത്ത് പ്രതി അതിനെ സംഗ്രഹിച്ച് 2 അച്ചടിത്താളുകളിലേക്ക് ചുരുക്കി ഇദ്ദേഹം ഒരു തുകൽപ്പണിക്കാരനായിരുന്നു. തുകൽപ്പണിക്കാരൻ എന്നുള്ള പേരിൽ പ്രസിദ്ധീകരിക്കുകയായിരിക്കും നല്ലത്. കാരണം അല്ലെങ്കിൽ വൈരുദ്ധ്യാത്മക ബോധമോ അല്ല എന്നുണ്ടെങ്കിൽ നിരന്തരമായി വട്ടത്തിൽ പോകുന്ന ഇദ്ദേഹത്തിന്റെ ഈ ഒരു രീതിയും അദ്ദേഹത്തിന് വലിയ അവമതി ഉണ്ടാക്കി തീർക്കുമെന്ന് കടുത്ത പക്ഷത്തോടുകൂടി അദ്ദേഹം പറയുന്നു. പക്ഷെ ഇതിന്റെ സൂചന ഇതാണ്, മാർക്സ് വരെ വളരെ കൃത്യമായി വിമർശിച്ചിട്ടുള്ള ഒരു വൾഗർ മാർക്സിസത്തിന്റെ സ്വാധീനത്തിലാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി വികസിക്കുന്നത്. അതിൽ അധ്വാനത്തെ കാൽപ്പനികവൽക്കരിച്ച് അധ്വാനം എന്ന് പറയുന്നത് ഏതോ നിലയ്ക്ക് ഒരു രക്ഷകനാണ് എന്ന് പറയുന്ന രീതിയിൽ അതിനെ ചിത്രീകരിക്കുമ്പോൾ മാർക്സ് കൊടുക്കുന്ന മറുപടി അദ്ദേഹം പറയുന്നുണ്ട്. അധ്വാനം മാത്രം സ്വത്തായിട്ടുള്ള ഒരുവൻ ബാക്കിയെല്ലാം സ്വത്താക്കി മാറ്റുന്നവന്റെ അടിമയായി തീരും എന്ന് കൃത്യമായി മാർക്സ് പറയുന്നതിനെ ഇവിടെ ഉദ്ധരിക്കുകയും ചെയ്യുന്നത്. എന്താണ് ഇതിന്റെ സ്വഭാവം എന്നതനുസരിച്ചാൽ ചരിത്രത്തെ ഇത്തരം അനശ്വതിയായി കാണുന്ന, ഒരു പുരോഗതിയുടെ സാഹചര്യത്തിൽ വെച്ച് കാണുന്ന, ചരിത്രം എന്ന് പറയുന്നത് 1-ൽ നിന്ന് 2-ലേക്കും 2-ൽ നിന്ന് 3-ലേക്കുമുള്ള ഒരു പ്രയാണമായി കാണുന്ന, രേഖീയമായ സാർവലൗകികമായ ഒരു പുരോഗതിയുടെ പരിസരത്തിൽ വെച്ച് കാണുന്ന ഒരു മന്ദബുദ്ധി മാർക്സിസത്തിന്റെ വിമർശനമാണ് കൃത്യമായി വാൾട്ടർ ബെന്യാമിൻ ഇവിടെ നടത്തുന്നത്. മാത്രമല്ല അതിന്റെ ഫലമായി ക്യാപിറ്റലിസ്റ്റ് ബൂർഷ്വാ രീതികളോട് ഒത്തൊരുമിക്കുന്ന, ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കുന്ന, അതിനോട് സമന്വയം സാധിച്ചെടുക്കുന്ന അല്ലെങ്കിൽ അതുമായി സന്ധികളിൽ ഏർപ്പെടുന്ന ഒരു രാഷ്ട്രീയ പരിപാടിയുടെ വിമർശനം എന്നതിലേക്ക് കൃത്യമായി വിമോചനത്തിന്റെ, വിപ്ലവത്തിന്റെ സാധ്യതകൾ എന്നതിനെ സാധ്യമല്ലാതെയാക്കുന്ന ഒരു നയപരിപാടിയുടെ വിമർശനമായി തന്നെ ഇത് മാറുകയും ചെയ്യും. ഇതിന്റെ മറുവശം എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. മാർക്സ് ഇതിന് രണ്ടിനെയും ഒരുമിച്ചാണ് വയ്ക്കുന്നത്. ബെന്യാമിൻ ഒരു വശത്ത് ആ അതിശക്തമായി മാറിക്കൊണ്ടിരിക്കുന്ന ബെന്യാമിനെ ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുള്ള ലക്ഷോപലക്ഷം ജൂതന്മാരുടെയും തൊഴിലാളികളുടെയും മരണത്തിന് കാരണമായിട്ടുള്ള ഈ ഫാസിസം എന്ന് പറയുന്ന ഭീഷണി ഒരു വശത്തും, അതിനെ നേരിടാൻ അതിനുപയുക്തമായിട്ടുള്ള, അതിന് ശക്തമായിട്ടുള്ള ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു സൈദ്ധാന്തികമായ രീതിശാസ്ത്രം വികസിപ്പിച്ചെടുക്കുവാനുള്ള അശക്തിയും SDP-യുടെ അശക്തിയും രണ്ടും നേരോട് നേർക്കുവെക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്നും പരാജയം മാത്രമേ ലഭ്യമാവുകയുള്ളൂ എന്ന സൂചന കൃത്യമായി ബെന്യാമിന് വരികയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കൂടി, അദ്ദേഹത്തിന്റെ 12ാമത്തെ
11ാമത്തെ ഖണ്ഡികയിലെ തീസിസ്. അത്ഭുതകരം എന്ന് പറയാവുന്ന ഇത് 1940കളിലാണ് എഴുതുന്നത്. ഒരുപക്ഷെ പരിസ്ഥിതിവാദമോ പരിസ്ഥിതി ബോധമോ തന്നെ ഉരുത്തിരിയാത്ത അല്ലെങ്കിൽ ഉത്ഭവിക്കാത്ത ഒരു കാലത്ത് അദ്ദേഹം എഴുതുന്നത് ശ്രദ്ധിക്കുക. അത് പേജ് 6 ആ ഖണ്ഡികയുടെ നടുവിലായിട്ട് സമൂഹത്തിന്റെ മാത്രമല്ല പിന്നീട് ഫാസിസത്തിൽ കാണാൻ കഴിയുന്ന സാങ്കേതിക വിദ്യാധിപത്യത്തിന്റെ അടരുകൾ അത് മുൻകൂട്ടി പ്രദർശിപ്പിക്കുന്നു. SDP-യിലെ തന്നെ ഫാസിസത്തിന് പിന്നെ ഒരു ഒബ്സഷൻ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയെ, ശാസ്ത്രത്തെ, ടെക്നോളജിയെ ഒരു ഒബ്സഷനാക്കി, ഫെറ്റിഷാക്കി മാറ്റുന്ന ആ രീതി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയിലും കാണുന്നു. മാത്രമല്ല അവയ്ക്കിടയിൽ ഒന്ന് 1848 വിപ്ലവത്തിന് മുൻപുള്ള സോഷ്യലിസ്റ്റ് ആദർശ രാഷ്ട്ര സങ്കല്പനങ്ങളിൽ നിന്ന് ഭീതിതമാവണ്ണം വ്യത്യസ്തമായ ഒരു പ്രകൃതി സങ്കല്പമാണ്. അധ്വാനത്തെ സംബന്ധിക്കുന്ന ഈ പുതിയ സങ്കല്പം അലംഭാവത്തോടെ തൊഴിലാളി വർഗ ചൂഷണവുമായി താരതമ്യം ചെയ്ത് അതിന്റെ നേർ വിപരീതമായി ചിത്രീകരിക്കുന്നു. ഈ പോസിറ്റീവ് സങ്കല്പനവുമായി തട്ടിച്ചു നോക്കുമ്പോൾ പലപ്പോഴായി പരിഹസിക്കപ്പെട്ടിട്ടുള്ള ഫോയിയുടെ ഭ്രമകൽപ്പനകൾ അത്ഭുതകരമാവണ്ണം സാധുവായി തോന്നാം. ഈ ഒരു ബൈനറി നിർമ്മിച്ചെടുക്കുക: പ്രകൃതി ചൂഷണം, വിപരീതം തൊഴിലാളി ചൂഷണം. അപ്പോൾ പ്രകൃതി ചൂഷണം എന്നത് തൊഴിലാളി ചൂഷണത്തിനെ ഓവർകം ചെയ്യാനുള്ള ഒരു രീതിയാണ് എന്നുണ്ടെങ്കിൽ, അതിനെ നേരിടാനുള്ള ഒരു സംഗതിയാണ് എന്നുണ്ടെങ്കിൽ, പ്രകൃതി ചൂഷണം അനുവദനീയമാണ് എന്ന് പറയുന്ന, പ്രകൃതിയുടെ വിനിയോഗം അനുവദനീയമാണ് എന്ന് പറയുന്നതിനെ ഇത് കേവലം പ്രകൃതി ചൂഷണം മാത്രമാണ് എന്ന ബോധം ഓട്ടോമിനെ സൂചിപ്പിക്കുന്നു. ഇതിന്റെ അനുരണനങ്ങൾ എന്ത് എന്ന് നിങ്ങൾ ആലോചിക്കുക. കാരണം ഉടനീളം ഒരുപക്ഷെ ലോക ഇടതുപക്ഷത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒബ്സഷനായി മാറിയിട്ടുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ് എന്ന് പറയുന്നത്, സാങ്കേതിക വിദ്യയെ ഉപയോഗിച്ചുകൊണ്ട്, സോവിയറ്റ് റഷ്യയിലൊക്കെ കണ്ടിട്ടുള്ള ആ പഞ്ചവത്സര പദ്ധതിയുടെ സ്വഭാവം എന്ന് പറയുന്നത് വളരെ ടെക്നോളജി ഓറിയന്റഡ് ആയിട്ടുള്ള, പ്രകൃതിയെ മാക്സിമം പരമാവധി ചൂഷണം ചെയ്തുകൊണ്ട് മനുഷ്യന് ഉപകാരപ്രദം സാർവലൗകികമായ പുരോഗതിയുടെ ഭാഗം എന്ന രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു നീക്കം എന്ന് പറയുന്നത്, അത് അടിസ്ഥാനപരമായി തൊഴിൽ സാധ്യതകളുണ്ട് എന്ന് പറയുന്ന രീതിക്ക്, എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഒരു പ്രത്യേക സമീപനം എത്ര കണ്ട് അപകടകരമാണ് എന്നുള്ള സൂചന ഇതിനകത്ത് തന്നെ ഓട്ടോമാറ്റിക്കായി 1940 ഇത് എഴുതുന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇതിന് തുടർച്ചയായാണ് അദ്ദേഹം പിന്നീട് എന്താണ് യഥാർത്ഥത്തിൽ മാറ്റത്തിന്റെ സാധ്യത, ഇത്രയും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഒരു വിമർശനത്തിന് ശേഷം അദ്ദേഹം എന്താണ് മാറ്റത്തിന്റെ സാധ്യത എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. എത്ര നേരം അവർക്ക് ഒരു ബോറടിച്ചു 14 അദ്ദേഹം, ഇവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാലത്തെ സംബന്ധിക്കുന്ന വളരെ വ്യത്യസ്തമായ ഒരു സങ്കല്പം ഉണ്ടാകും. 14 ചരിത്രം എന്നത് ഒരു നിർമ്മിതി എന്ന നിലയ്ക്ക്, മധു ഇമാനുവൽ പൊക്കോളും, ചരിത്രം എന്നത് ഒരു നിർമ്മിതി എന്ന നിലയ്ക്ക് എന്താണ് ആ നിർമ്മിതിയിൽ ഉണ്ടാകുന്നത് എന്ന ചോദ്യം ചോദിക്കുക. ആ നിർമ്മാണത്തിന്റെ സ്ഥലിയാകട്ടെ ഏകജാതീയവും ശൂന്യവുമായ കാലമല്ല, മറിച്ച് ഇക്കാലത്താൽ നിറയ്ക്കപ്പെട്ട കാലമാണ്. ഇക്കാലം എന്നുള്ള ഹൈഫൻ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നൗ ടൈം എന്നാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അതിന്റെ ജർമ്മൻ വാക്ക് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്, സെസ്റ്റ് എന്നാണ്. അവർക്ക് ചെറിയൊരു തെറ്റ് എന്ന് പറയും. ഇപ്പോൾ കാലം. ഇപ്പോൾ കാലം എന്നത് ഇന്ന് വർത്തമാനം എന്ന അർത്ഥത്തിലല്ല ഉപയോഗിക്കുന്നത്, മറിച്ച് പൊടുന്നനെ അതിഭയങ്കരമായ ഒരു വിസ്ഫോടനത്തിന്റെ സാഹചര്യത്തിൽ, സന്ദർഭത്തിൽ കാലത്തിന്റെ നൈരന്തര്യത്തെ പിടിച്ചു നിർത്തുകയും കാലം നിശ്ചലമാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു മോമെന്റ്, ഒരു നിമിഷം
ഇത് വ്യക്തമായും ജൂത പാരമ്പര്യത്തിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ള ദി ഫൈനൽ ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന, കാലം നിശ്ചലമാക്കപ്പെടുകയും കാലം പിടിച്ചു നിർത്തപ്പെടുകയും ചെയ്യുന്ന, അതിന് പല അർത്ഥങ്ങളും വരുന്നുണ്ട്. ടൈം ടേക്കിംഗ് എ സ്റ്റാൻഡ് എന്ന് വരെ അതിനകത്ത് വരുന്നുണ്ട്. ഇത് നിലപാടെടുക്കുന്ന, കാലം തന്നെ നിലപാടെടുക്കുന്ന ഒരു മുഹൂർത്തം. ഈ അർത്ഥത്തിൽ ഒരു നൈരന്തര്യം എന്ന രീതിയിൽ കാണുന്നതിന് പകരം ചരിത്രത്തെ പൊട്ടിത്തെറികളുടെ, റപ്ചേഴ്സിന്റെ, ഇടർച്ചകളുടെ, പിളർപ്പുകളുടെ ഒരു മേഖലയായി കാണുകയും, ഈ പിളർപ്പുകളിലൂടെയാണ്, റപ്ചേഴ്സിലൂടെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്ന ബോധവും, സോഷ്യൽ ഡെമോക്രസിയുടെയൊക്കെ വളരെ രേഖീയമായ ഒരു ചരിത്ര ദർശനത്തിന് തികച്ചും വിപരീതമായി ഈ റപ്ചറുകളിലൂടെ, ഇടർച്ചകളിലൂടെ, പിളർപ്പുകളിലൂടെ, പൊട്ടിത്തെറികളിലൂടെ ഉണ്ടാകുന്ന ഒരു നിമിഷം എന്നത്, ആ നിമിഷത്തിൽ ഭൂതം, ഭാവി, വർത്തമാനം എന്നുള്ള ഭേദങ്ങൾ ഇല്ലാതെയാവുകയും എല്ലാ കാലവും ഒന്നായി തീരുന്ന, where time becomes one, ഹോമോജീനസ് ആയിട്ടുള്ള സമയം എന്ന് പറയുന്ന ഈ നൈരന്തര്യത്തിന്റെ ബോധത്തിൽ ഈ റപ്ചേഴ്സ് വരുമ്പോൾ സമയം തന്നെ നിർത്തലാക്കപ്പെടുന്ന ഒരു ബോധം അവിടെ ഉണ്ടാവും. ഇത് കൂടുതൽ വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സന്ദർഭമാണ്. കാരണം അതാണ് ഞാൻ ഫുട്നോട്ടിൽ ആ രീതിയിൽ പറഞ്ഞു വരുന്നത്. മെസ്സിയാനിക് ടൈം, മിശിഹാകാലം, രക്ഷാകരകാലം എന്ന ക്രിസ്തീയ സർവീസിൽ ഉപയോഗിക്കുന്ന രക്ഷാകരകാലം എന്ന് പറയുന്ന ഒരു ബോധം, രക്ഷകൻ അവതരിക്കുന്ന ആ നിമിഷം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ കാലത്തിന്റെ അനശ്വതി എന്ന് പറയുന്നത് പിടിച്ചു നിർത്തപ്പെടുന്ന, ഇന്നേവരെ ഉണ്ടായിരിക്കുന്നത് മുഴുവനും പിടിച്ചു നിർത്തപ്പെടുന്ന, ഇന്നേവരെ ഉണ്ടായതും ഇന്നേവരെ നടന്നിരിക്കുന്നതുമായ എല്ലാ പാപത്തിന്റെയും പരിഹാരമായി വരുന്ന രക്ഷകൻ എന്ന അർത്ഥത്തിൽ ആ കാലം മുഴുവനും, ഭൂതകാലം മുഴുവനും ഇന്നിലേക്ക് കൂപ്പുകുത്തുന്ന, ഇന്നിലേക്ക് മടക്കി ഒതുക്കുന്ന, ഇന്നിൽ അലിഞ്ഞു ചേരുന്ന, ഇന്ന് എന്നും ഇന്നലെ എന്നുമുള്ള ഭേദം ഇല്ലാതെയാകുന്ന ഒരു മോമെന്റ്, ഒരു നിമിഷമായിട്ട് അവിടെ മാറും. ഇതൊരു കോസ്മിക്, അല്ലെങ്കിൽ ഇതൊരു ആത്മീയ ദർശനമാണ്. ഒരർത്ഥത്തിൽ ഒരു ആത്മീയതയുടെ സ്വഭാവം. പക്ഷെ ആത്മീയത, ദൈവശാസ്ത്രത്തിലെ ആത്മീയതയുടെ ദർശനത്തെ വളരെ കൃത്യമായി ഒരു വിപ്ലവത്തിന്റെ മുഹൂർത്തത്തിലേക്ക് മാറ്റിക്കാണുന്ന, വിമോചനത്തിന്റെ മുഹൂർത്തത്തിലേക്ക് മാറ്റിക്കാണുന്ന, രാഷ്ട്രീയമായ വിമോചനത്തെ തന്നെ ഇത്തരമൊരു റപ്ചറായി കാണുന്ന, ഒരു ഇടർച്ചയായി കാണുന്ന ഒരു ബോധം ഇവിടെ വ്യക്തമായിട്ട് വരികയും ചെയ്യുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത്, ഇത് എല്ലാ കാലത്തും ഈ ഒരു ചരിത്രബോധം ഉണ്ടായി വരുന്നുണ്ട്, വലിയ മാറ്റങ്ങളുടെ കാലത്ത്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സമയത്ത്, കാരണം ഈ ഒരു പുതിയ കാലം തുടങ്ങുകയാണ്, വ്യത്യസ്തമായൊരു കാലമാണ്. ഈ ഒരു മോമെന്റില്, ആ ഒരു നിമിഷത്തില് സമയം മാറി. ഇതുവരെയുള്ള കാലമല്ല ഇനി, ആ കാലം മാറി. ഈ ഒരു മോമെന്റ് വളരെ ഒരു മൊമെന്റസ് മോമെന്റ്, വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന, വളരെ ചരിത്രപരമായ ഒരു മോമെന്റ് ആണ് എന്നൊരു പറയുന്ന ബോധം പലപ്പോഴും വിപ്ലവത്തിന്റെ സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്നതായിട്ട് ഇദ്ദേഹം പറയും. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സമയത്ത് പ്രത്യേകിച്ച് യാതൊരു മുന്നറിയിപ്പും കൂടാതെ, പ്രത്യേകിച്ച് ഒരു മുൻ പദ്ധതിയും കൂടാതെ തന്നെ ഈ പാരീസിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഘടികാര ഗോപുരങ്ങൾക്ക് നേരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഏതാണ്ട് ഒരേ സമയത്ത്, സന്ധ്യാസമയത്ത് ആളുകൾ നിറയൊഴിക്കുന്നു, വെടിവെക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം ഇത് ചെയ്യുന്നത്? ആലോചിച്ച് നോക്കൂ. ക്ലോക്കുകൾക്ക് നേരെയാണ് വെടിവെക്കുന്നത്. ക്ലോക്കുകൾ നിശ്ചലമാക്കുക എന്ന രീതിയിൽ, ക്ലോക്കുകൾ നിർത്തലാക്കുക. ഒരു നിമിഷം, ആ നിമിഷം ഇതുവരെയുള്ള കാലം അവസാനിക്കുകയും ഈ ഒരു നൈരന്തര്യം അവസാനിക്കുകയും പുതിയൊരു കാലത്തിന്റെ തുടക്കമായി മാറുകയും ചെയ്യുന്ന ഒരു സൂചന. കലണ്ടറുകളെ കുറിച്ച് പറയുന്നത്, കലണ്ടറുകളുടെ കാലം എന്ന് പറയുന്നത്, കലണ്ടറുകളിൽ ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു റപ്ചറാണ്, ഒരു മാറ്റമാണ്. ആ റപ്ചറിനെ, ആ മാറ്റത്തിന്റെ സൂചനയാണ് ചുവന്ന അക്കങ്ങളിലായിട്ട് നമ്മൾ ഓർമ്മിക്കാൻ വേണ്ടി, വീണ്ടും വീണ്ടും ഓർമ്മിക്കാൻ വേണ്ടി അതിനകത്ത് കൊടുക്കുന്നത്. അത് നമുക്കിന്ന് കേവലം അനധ്യായ ദിവസങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് മാത്രം. പക്ഷെ ഈ അർത്ഥത്തിൽ ഈ ഓർമ്മ പുതുക്കലിന്റെ മുൻപുണ്ടായ മാറ്റങ്ങളുടെ, റപ്ചറസ് ആയിട്ടുള്ള നിമിഷങ്ങളുടെ, ഇടർച്ചകളുടെ നിമിഷങ്ങളെ കലണ്ടറിൽ കൃത്യമായി മുദ്രണം ചെയ്യുന്ന ഈ ദിനങ്ങൾ എന്നത്, ഒന്നാമത്തെ ദിനം, രണ്ടാമത്തെ ദിനം എന്നതിൽ മുദ്രണം ചെയ്യുന്ന ആ ദിനങ്ങൾ, അത്തരം ഒരു ചരിത്ര ബോധം, കാലം നിശ്ചലമാകുന്ന, കാലം നിന്നുപോകുന്ന, പുതിയൊരു കാലം ആരംഭിക്കുന്ന ഇത്തരം ഒരു ഇടർച്ചയുടെ, പൊട്ടിത്തെറിയുടെ സാധ്യത ചരിത്രത്തിൽ തന്നെ കാണുമ്പോൾ അതുണ്ടാവുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അവിടെ
ചരിത്രം എഴുതപ്പെടുകയാണ് എന്നതാണ്. തൊഴിലാളിയുടെ വർഗസമരത്തിന്റെ ഭാഗമായി തന്നെ വിപ്ലവകരമായ മുഹൂർത്തത്തിൽ അടിയാള വംശജർ, അടിയാള സമരത്തിന്റെ മുൻപിൽ നിൽക്കുന്നവർ, അവർ ചരിത്രം എഴുതുന്ന ആ നിമിഷം ചരിത്രം നിശ്ചലമാക്കപ്പെടുക മാത്രമല്ല, ചരിത്രത്തിന്റെ ഒഴുക്ക് തടയപ്പെടുന്നില്ല. അത് മാത്രമല്ല, പുതിയ ഒരു ചരിത്രം, പുതിയൊരു കാലം ഉദ്ഘാടനം ചെയ്യപ്പെടുക കൂടിയാണ്. ആ മോമെന്റിനെ കുറിച്ചാണ് അദ്ദേഹം അവിടെ ഭൂതം, വർത്തമാനം, ഭാവി എന്ന വിച്ഛേദങ്ങളില്ലാതെ, ഭേദങ്ങളില്ലാതെ, ഭൂതം തന്നെ വർത്തമാനത്തിലേക്ക് ചുരുക്കപ്പെടുക എന്നുള്ള വാക്ക് തെറ്റാണ്. ആ ഭൂതം തന്നെ ഡിസോൾവ് ഇൻ ടു ദി പ്രസന്റ് എന്നുള്ള രീതിയിൽ അതിന്റെ ഭാഗമായി മാറുന്ന, അതോ ഒരു ഒന്നായി തീരുന്ന ഒരർത്ഥത്തിൽ ഒരു മൊമെന്റസ് ആയിട്ട് മോമെന്റ് ആയിട്ട് മാറുക. ഇവിടെയാണ് ഈ ഹോമോജീനസ് എംപ്റ്റി ടൈം എന്ന് പറയുന്ന മറ്റേ സങ്കല്പം പ്രധാനമായിട്ട്. കാലം എന്നത് പലപ്പോഴും നമ്മൾ എങ്ങനെയാണ് വിചാരിക്കുക? ഒരു റിസെപ്റ്റക്കിൾ പോലെയാണ്, ഒരു പാത്രം പോലെയാണ്. 1980 ഇന്നത് സംഭവിച്ചു, 1975 ഇന്നത് സംഭവിച്ചു. ഈ അർത്ഥത്തിൽ കാലം എന്ന് പറയുന്നത് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പാത്രമാണെങ്കിൽ ഇതുവരെ ഭൂതകാലത്തിൽ അതിൽ ഓരോന്നോരോന്നായിട്ട് നിറച്ചു, വർത്തമാനത്തിൽ നിറച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഭാവിയിൽ ഒഴിഞ്ഞു കിടക്കുന്ന, എംപ്റ്റി ആയിട്ട് നിൽക്കുന്ന, ശൂന്യമായി നിൽക്കുന്ന ഒരു കാലത്തിനകത്തേക്ക് നാം നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ചെയ്തികൾ, നമ്മുടെ സംഭവങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ കാലം. ഇത്തരം ഒരു കാലം എന്നത് ഓൾറെഡി ഗിവൺ, ഓൾറെഡി പ്രസന്റ്, ഓൾറെഡി അത് മാറ്റാൻ കഴിയാത്ത ഒരു അനശ്വതിയുടെ പ്രയാണം പോലെയായിട്ടൊരു കാലത്തിൽ നിന്ന് മാറിക്കൊണ്ട് കാലം തന്നെ പൊട്ടിത്തെറിയുടെ ഒരു സാധ്യതയായിട്ട് അവിടെ കാലത്തിന്റെ അനശ്വതി ഇല്ലാതെയാവുകയും നൗ ടൈം എന്ന് പറയുന്നത് മെസ്സിയാനിക് ടൈം എന്ന അർത്ഥത്തിൽ, അതായത് രക്ഷാകര കാലം എന്ന അർത്ഥത്തിൽ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു ബോധം അവിടെ വരുന്നു. ഈ നിലയ്ക്ക് കാലം ഇങ്ങനെ നിശ്ചലമാകുന്ന, മറ്റൊരു രീതിയിൽ ചരിത്രം തന്നെ എഴുതപ്പെടുന്ന, നിർമ്മിക്കപ്പെടുന്ന, രചിക്കപ്പെടുന്ന, ചരിത്രം ഒരു നിർമ്മിതിയാണ് എന്ന് പറയുന്ന ബോധം ആണ് ഒരുപക്ഷെ വാൾട്ടർ ബെന്യാമിൻ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസത്തിന്റെ ചരിത്രപരമായ ഭൗതികവാദത്തിന്റെ ഏറ്റവും കാതലായ വശമായി കാണുന്നത്. അത് കാണാതെയാകുന്നതാണ്, അത് നഷ്ടമാകുന്നതാണ്, അത് ലഭ്യമല്ലാതെയാക്കി കളയുന്നതാണ് സോഷ്യൽ ഡെമോക്രസിയുടെ ഏറ്റവും വലിയ പാതകമായി അദ്ദേഹം കാണുകയും ചെയ്തു. ആ മൂവ്മെന്റിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ആപത്തിന്റെ നിമിഷത്തിൽ മിന്നിമറയുന്ന ഒരു ഓർമ്മയെ കുറിച്ച് പറയുന്ന അതിന്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് എന്റെ കാലം, ഇക്കാലം എന്ന് പറയുന്നത് മുന്നേ പോയൊരു കാലവുമായി ചേർക്കുന്ന ഒരു വ്യൂഹമുണ്ട്, ഒരു കോൺസ്റ്റലേഷൻ എന്നർത്ഥത്തിൽ. ഇപ്പോ കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എന്താണ് സൗരയൂഥം എന്ന് പറയുന്നത്. ആ സൗരയൂഥത്തിൽ വളരെ വളരെ ദൂരത്ത് നിൽക്കുന്ന അനേകം നക്ഷത്രങ്ങൾ ഈ സൗരയൂഥത്തിന്റെ ഭാഗമാണ്. ഏത് നിമിഷത്തിലാണ് ഏത് നക്ഷത്രമാണ് മറ്റൊരു നക്ഷത്രത്തിന്റെ പങ്കാളി അല്ലെങ്കിൽ കൂട്ടാളിയാകുന്നത്, അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്ക് ഒരുപക്ഷെ പ്രവചിക്കാൻ കഴിയില്ല. അത്തരത്തിൽ ഈ കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത് ഒരേ പ്രതലത്തിൽ നിൽക്കുന്ന ഒരർത്ഥത്തിൽ ആലോചിക്കുകയാണ്. നമ്മൾ മിൽക്കി വേയുടെ സൗരയൂഥത്തിന്റെ ഒരു ചിത്രം മനസ്സിൽ ആലോചിക്കുകയാണെങ്കിൽ അത് ഇത്തരത്തിലൊരു പരന്നു കിടക്കുന്ന ഒരു ക്രിയേഷൻ പോലെയാണ്. അതിനകത്ത് ഈ ഒരു അറ്റത്താണ്, ഇങ്ങേ അറ്റത്തായിട്ട് നിൽക്കുന്ന ഏതോ ഒരു അതിർത്തി പ്രദേശത്താണ് ഈ നമ്മുടെ സൂര്യനും സൗരയൂഥല്ലേ മിൽക്കി വേ സൂര്യനും മറ്റും നിൽക്കുന്ന, എന്താണ് മിൽക്കി വേയുടെ ആകാശഗംഗ. അത് അങ്ങനെ ഉപയോഗിക്കുന്ന വെച്ചിട്ടാണ് അതൊരു സൂര്യത്തോട്ട്. അപ്പൊ ആകാശഗംഗയുടെ ഒരു വശത്തായിട്ടാണ് ഈ മിൽക്കി വേയുടെ ഒരു വശത്തായിട്ട് സൗരയൂഥം വരുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ നമ്മൾ കാണുമ്പോ സമയത്തെ, ഞാനിത് ശരിയായിട്ടുള്ള പ്രയോഗമല്ല, മധു തീർച്ചയായിട്ടും വിയോജിക്കും, എന്നാലും മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രം, കാലത്തെ തന്നെ ഇത്തരത്തിൽ കൊളാപ്സ് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ നേർരേഖയിൽ പോകുന്ന ഒരു ലീനിയാരിറ്റിയിൽ കാണുന്നതിന് പകരം ഇത് കൊളാപ്സ് ചെയ്യുന്ന, ഭൂതവും വർത്തമാനവും ഭാവിയും കൊളാപ്സ് ചെയ്ത് ഈ ഒരു കോൺസ്റ്റലേഷനെ പോലെ നിൽക്കുമ്പോൾ ഇന്നത്തെ കാലം ഏത് കാലവുമായി, മുൻപുള്ളൊരു കാലഘട്ടവുമായി ഒത്തുചേരുന്ന ഒരു കോൺസ്റ്റലേഷനെ കണ്ടെത്തലാണ് ചെയ്യുന്നത്. അതാണ് വിപ്ലവത്തിന്റെ മോമെന്റ് ഉണ്ടാകുന്നത്. ആ കണ്ടെത്തലിലൂടെ, ആ നിർദ്ധാരണത്തിലൂടെ, ആ ഒരു മോമെന്റിൽ ടൈം കൊളാപ്സ് ചെയ്യുന്നതോടുകൂടി
അല്ലെങ്കിൽ അനശ്വതി എന്ന് പറയുന്നത് കൊളാപ്സ് ചെയ്യുന്നതോടുകൂടിയാണ് സമയത്തിലെ റപ്ചർ എന്ന് പറയുന്നത്, ആ ഇടർച്ച, പൊട്ടിത്തെറി എന്ന് പറയുന്നത് സാധ്യമാകുന്നത്. ഒടുവിൽ ആ പ്രബന്ധത്തിന്റെ ഒടുവിലായിട്ട് ഒരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. വളരെ രസകരമായ ഒരു നിരീക്ഷണമാണ്. നാം പലപ്പോഴും കാരണങ്ങളെ കുറിച്ച് പറയാൻ ഹേതു സംബന്ധിയായ യുക്തി നാം ഉപയോഗിക്കാൻ, ഇന്നത് കാരണം ഇന്നത് ഉണ്ടായി. പക്ഷെ ഇന്നത് ഉണ്ടായി തീർന്നതിന് ശേഷമല്ലേ ഇന്നത് കാരണമായി മാറാൻ പറ്റുള്ളൂ. ഹേതു ആയ ഒന്നും അത് കാരണം ചരിത്രപരമല്ല എന്ന് അദ്ദേഹം പറയും. കാരണം അത് ഹേതുവായി തീരുന്നത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമുള്ള മറ്റൊരു കാരണം കൊണ്ടാണ് അത് ഹേതുവായി തീരുന്നത്. ആ സംഭവത്തിലൂടെയാണ് അത് ഹേതുവായി തീരുന്നത്. മറ്റൊരു നിലയ്ക്ക് ആ ഹേതു എന്ന് പറയുന്ന ആ സംഭവം, ആ പ്രതിഭാസം എന്ന് പറയുന്നത്, അതിന്റെ അർത്ഥം ഉണ്ടായിത്തീരുന്നത് പിന്നീട് എത്രയോ കാലങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന ആ കാഴ്ചയിലൂടെയാണ് ഉണ്ടാകുന്നത്. The past is constructed, written, created. In the moment, a constellation is created in accordance, in connection with a present. ഇന്നിന്റെ ഇക്കാലവുമായി ഒരേ വ്യൂഹത്തിൽ വരുന്ന, ഒരേ യൂഥത്തിൽ വരുന്ന ഒരു മോമെന്റ് ഓഫ് ക്ലാരിറ്റിയിലാണ് ആ പാസ്റ്റ് ഉണ്ടാക്കിയെടുക്കപ്പെടുന്നത് എന്ന് പറയും. അതിന്റെ ഒപ്പം അദ്ദേഹം ഒരു ചെറിയ, ഒരു പക്ഷെ ഒരു പാസിംഗ് റിമാർക്ക് പോലെ ഒരു ചോദ്യം ചോദിക്കുന്നത്, നമുക്കൊക്കെ ചിന്തിക്കേണ്ട ചോദ്യം. ആധുനികനായിട്ടുള്ള ഒരു ജീവശാസ്ത്രജ്ഞന്റെ ഒരു മെറ്റഫർ, ഒരു രൂപകം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഭൂമിയിൽ ഉരുത്തിരിഞ്ഞ ജീവന്റെ ചരിത്രത്തെ 24 മണിക്കൂറുള്ള ഒരു ദിവസമായി പരിഗണിക്കുകയാണെങ്കിൽ മനുഷ്യവംശം ഭൂമിയിൽ വാണ തുച്ഛമായ 50 നൂറ്റാണ്ട് ആ ദിവസത്തിന്റെ അവസാനത്തെ 2 സെക്കൻഡിന് തുല്യമായിരിക്കും. ഈ അളവിൽ പരിഷ്കൃത മാനവരാശിയുടെ ചരിത്രം അവസാനത്തെ മണിക്കൂറിന്റെ, അവസാനത്തെ സെക്കൻഡിന്റെ കേവലം 1/5 മാത്രമേ വരികയുള്ളൂ. നമ്മുടെ അഹങ്കാരത്തെ കുറിച്ച് ആലോചിച്ചു. ഇത്ര ചെറിയ ഒരു കണികയുടെ പുറത്തു നിന്നുകൊണ്ട് നാം വർത്തമാനത്തെ കുറിച്ച് സംസാരിക്കും. 24 മണിക്കൂറുള്ള ഒരു ദിനത്തിലെ അവസാനത്തെ 2 സെക്കൻഡിനെ എടുക്കുകയാണെങ്കിൽ, ആ അതേ അളവ് പോലും ഉപയോഗിക്കുകയാണെങ്കിൽ, അവസാനത്തെ മണിക്കൂറിനെ, ആ 2 സെക്കൻഡിനെ ഒരു ദിനമായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ അവസാനത്തെ മണിക്കൂറിലെ അവസാനത്തെ സെക്കൻഡിന്റെ കേവലം 1/5 മാത്രമേ നമ്മുടെ ഈ പരിഷ്കൃത കാലം എന്ന് പറയുന്നത്. അറഗൻസ് മാത്രമല്ല, നമ്മുടെ പ്രിസംഷൻ എന്ന് പറയുന്നത്. ഈ 2 സെക്കൻഡിന്റെ 1/5 വരുന്നതിന്റെ പുറത്ത് നിന്നുകൊണ്ട് നാം വിധി കൽപ്പിക്കുന്നു എന്താണ് നാളെ ഉണ്ടാവേണ്ടത്. കൂടുതൽ പറയേണ്ടതില്ല.